ഹലോ വെൽക്കം ടു ദിശ അക്കാഡമി. സോ ഓഗസ്റ്റ് 13 നിങ്ങളുടെ SSC സീജണൽ എക്സാം. സോ നമുക്ക് എങ്ങനെയുണ്ട് എല്ലാവരും പ്രിപ്പറേഷനൊക്കെ എങ്ങനെ പോകുന്നു? നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്. മോക്ക് ടെസ്റ്റ് ഒക്കെ നല്ല രീതിയിൽ എഴുതുന്നില്ലേ? ഒരു ദിവസമൊക്കെ 2 മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതുന്നുണ്ട്, നല്ല രീതിയിൽ അനാലിസിസ് ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നല്ല പ്രോപ്പറായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവിടുന്ന് ഇവിടുന്നൊക്കെ കുറച്ച് ഡിസ്ട്രാക്ഷൻസ് ഒക്കെ വരുന്നുണ്ടല്ലേ? പോസ്റ്റ്പോൺ ആയോ, പോസ്റ്റ്പോൺ ആയില്ലയോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് കൺഫ്യൂഷനാണ്, ക്യൂരിയോസിറ്റിയാണ്. അപ്പോൾ അടുത്ത് എപ്പോഴും നിങ്ങളുടെ ഫോൺ കാണും, ഇങ്ങനെ നോട്ടിഫിക്കേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. യൂട്യൂബിലൊക്കെ എന്താ പറയുന്നത്, നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ആകാംക്ഷയോട് കൂടി കയറി നോക്കും. പിന്നെ ആ വഴിക്ക് പോയ പോക്ക് പിന്നെ അവിടെ പോകും. അപ്പം അങ്ങനെ വരരുത്. ഞാൻ പറയുന്ന ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ, എക്സാം അതിൻ്റെ ആ ഒരു ടൈമിൽ തന്നെ നടക്കും. നമ്മൾ ഒരു വർഷമായിട്ട് കഷ്ടപ്പെടുന്നതല്ലേ, എത്ര വർഷമായിട്ട് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ ഒരിക്കലും ഡിസ്ട്രാക്റ്റഡ് ആവരുത്. ഒഫീഷ്യലി നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും എക്സാം പോസ്റ്റ്പോൺ ആയോ ഇല്ലയോ എന്ന്. സോ അതുവരെ നിങ്ങൾ ഇത്രയും നാൾ എന്താണോ ചെയ്തത് അത് പ്രോപ്പറായിട്ട് പോട്ടെ. നിങ്ങൾ എന്തിനാണ് വേറെ കാര്യങ്ങൾക്കൊക്കെ പോകുന്നത്? വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ ഓഫ് ആക്കി ഇടുക. നിങ്ങൾ റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്ന ചില ഫാക്കൽറ്റീസ്, ടീച്ചേഴ്സ് കാണും. സോ അവർക്ക് നിങ്ങൾക്ക് ഒരു ടൈമിംഗ് അറിയാലോ, ഈ ഒരു സമയത്താണ് ആ ടീച്ചറിൻ്റെ വീഡിയോ വരുന്നത്. സോ നിങ്ങൾ അത് ഫോളോ ചെയ്യുക, ആ സമയത്ത് എടുക്കുക. അപ്പോൾ അതുവരെ നിങ്ങൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓഫ് ആക്കി വെക്കുക. അപ്പോൾ നിങ്ങളുടെ ഇത്രയും നാളത്തെ പ്രിപ്പറേഷനെ അത് ബാധിക്കത്തില്ല. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ ഒരു സമയം, ഈ ഒരു 13 മുന്നേ വരെയുള്ള ഈ ഒരു ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ നല്ല രീതിയിൽ റിവിഷൻ ചെയ്യുക, നല്ല രീതിയിൽ മോക്സ് എഴുതുക, മോക്ക് അനാലിസിസ് ചെയ്യുക. എവിടെയെങ്കിലും എന്താ പറയുക, എക്സ്ട്രാ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് നോക്കണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഷോർട്ട് നോട്ട്സ് ഒക്കെ കാണത്തില്ല, അതൊക്കെ റിവിഷൻ ചെയ്യുക. ഈ ഒരു സമയം അതിന് ഉപയോഗിക്കുക. അനാവശ്യമായിട്ടുള്ള ഒരു കാര്യത്തിനും പോകണ്ട. സോ നിങ്ങളുടെ പ്രിപ്പറേഷനെ കുറച്ചുകൂടെ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ അരിത്തമെറ്റിക് ടോപ്പിക്കിനെ നല്ല രീതിയിൽ സ്ട്രോങ് ആക്കാൻ വേണ്ടി കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അങ്ങോട്ടുള്ള എല്ലാ ഡേയ്സിലും നമുക്ക് ഒന്നിച്ച് പഠിക്കണം. ഞാൻ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാ ദിവസവും 7 മണിയാകുമ്പം നിങ്ങൾക്ക് മുന്നിൽ ഞാൻ എത്തിയിരിക്കും. നല്ല ക്വസ്റ്റ്യൻസ്, നല്ല കൺസെപ്റ്റ്, ട്രിക്സ് എല്ലാം കൊണ്ട് ഞാൻ വന്നിരിക്കും. സോ നിങ്ങൾ ആ സമയമാകുമ്പം നിങ്ങളുടെ ബാക്കി എല്ലാ ജോലി ഒതുക്കിയിട്ട് ആ സമയമാകുമ്പോൾ ഒരു ബുക്കും പേനായിട്ട് വെക്കുക. എനിക്ക് വേണ്ടി ഒരു പ്രത്യേകം ഒരു നോട്ട് ബുക്ക് വെക്കുക. എല്ലാ ക്വസ്റ്റ്യനും ഞാൻ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ നല്ല രീതിയിൽ പഠിച്ചു പോവുക. ഓക്കെ, അപ്പം നമുക്ക് അതിന് മുന്നേ ഈ ലാസ്റ്റ് നടന്ന എക്സാമുകളുടെ നമ്മുടെ പുതിയൊരു വെൻഡറൽ എഡ്യൂക്കേറ്റീവ്, സോ അതിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ മാറി. നമ്മുടെ TCS നടത്തുന്ന എക്സാം പാറ്റേൺ എല്ലാം ഡിഫറൻറ്റ് മാറി. അതേപോലെ ക്വസ്റ്റ്യൻ്റെ ലെവൽ മാറി. അപ്പോൾ ഞാൻ ഏകദേശം അനാലിസിസ് ചെയ്തപ്പോൾ ക്വസ്റ്റ്യൻ്റെ ലെവൽ എന്ന് പറഞ്ഞ് ഇങ്ങനെയാണ് വന്നത്. ഹാർഡ് ലെവൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് ഏകദേശം 55% ഹാർഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ആവറേജ് ലെവൽ ക്വസ്റ്റ്യൻസ് ഏകദേശം 30% ആവറേജ് ലെവൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. തിരിച്ചാണ്. ഈസി ലെവൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് 55% ആൻഡ് ഹാർഡ് ലെവൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് എത്ര വരും? 15% ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഈസി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് വന്നിട്ടുണ്ട്? അപ്പോൾ നമുക്കൊന്ന് ക്ലിയർ ആക്കി തരാം. ഈസി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് വന്നിട്ടുണ്ട്? 55% വന്നിട്ടുണ്ട്. സോ നിങ്ങളെ കൊണ്ട് ഇത്രയും സോൾവ് ചെയ്യാൻ പറ്റും. കാര്യം എല്ലാവരെയും കൊണ്ട് പറ്റുമല്ലോ. ഈസി ആൻഡ് ആവറേജ് ലെവൽ ക്വസ്റ്റ്യൻസ് പറ്റും. പക്ഷേ ഈ ഹാർഡ് ലെവൽ ക്വസ്റ്റ്യൻസ് അവിടെയാണ് സെലക്ഷൻ നിൽക്കുന്നത്. അപ്പം ആ ഒരു അറ്റംപ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ സ്മാർട്ടായിട്ട് ആദ്യം ഈസി ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ആ ഹാർഡ് ലെവൽ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതല്ല, ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ എന്ത് ചെയ്യും? ഫസ്റ്റ് വരുന്ന ക്വസ്റ്റ്യനെ അങ്ങ് എടുത്ത് ചെയ്തു തുടങ്ങും അല്ലേ? അത് ചിലപ്പോൾ നല്ല കട്ടിയുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. നമ്മൾ അവിടെ എന്ത് ചെയ്യും? പെട്ടുപോകും. സോ അങ്ങനെ പെടാതിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് നല്ല ലെവലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ചിലപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കുറച്ച് എൻ്റേതായിട്ടുള്ള ട്രിക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ ഞാൻ കാണും നിങ്ങളുടെ കൂടെ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നോക്കിക്കോ, ഞാൻ ഓൾമോസ്റ്റ് എല്ലാ അരിത്തമെറ്റിക് ടോപ്പിക്സ് അല്ലെങ്കിൽ ചാപ്റ്റേഴ്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കൊണ്ടുവരാം. അത്യാവശ്യം ലെവലുള്ള ക്വസ്റ്റ്യൻസ് കൊണ്ടുവരാം. അപ്പോൾ ഓരോ ദിവസവും, ഇപ്പോൾ ഇന്ന് ഹാർഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നാളെ ഈസി ക്വസ്റ്റ്യൻസ്, മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസ്, മിക്സഡ് ക്വസ്റ്റ്യൻസ് എല്ലാം കൊണ്ടുവന്നിരിക്കും. അപ്പോൾ നിങ്ങളുടെ എല്ലാം നോട്ട് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏത് ചാപ്റ്ററിൽ നിന്നാണ് വന്നിരിക്കുന്നത്? പെർസെൻറ്റേജ് ആണെന്ന് മനസ്സിലായല്ലോ. പെർസെൻറ്റേജിനകത്ത് നമ്മുടെ ഈ പാസിംഗ് മാർക്ക് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ആ ഒരു പാസിംഗ് മാർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. എ കാൻഡിഡേറ്റ് സ്കോർസ് 25% marks and fails by 68 mark, while another candidate who scores 50% mark get 42 mark more than minimum required mark. എന്ന് വെച്ചാൽ പാസിംഗ് മാർക്ക് തന്നെ ടു പാസ് ദ എക്സാമിനേഷൻ. ഫൈൻഡ് ദ മാക്സിമം മാർക്ക് ഫോർ ദ എക്സാമിനേഷൻ. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? സോ ഞാൻ നിങ്ങളെ ഇത് ഒരു ഫിഗർ രീതിയിൽ കാണിച്ചു തരാം. നോക്കിക്കോ. സപ്പോസ് ഇതാണ് നമ്മുടെ പാസിംഗ് മാർക്ക് എന്ന് വിചാരിക്കുക. അപ്പം 2 കാൻഡിഡേറ്റ് ഉണ്ടല്ലോ. ഫസ്റ്റ് കാൻഡിഡേറ്റ് എന്ത് ചെയ്തു? പാസിംഗ് മാർക്കിനെക്കാട്ടിലും അല്ലെങ്കിൽ ടോട്ടൽ മാർക്കിനെ നമ്മൾ ഈ കേസിൽ ഓൾവേസ് എത്രയായിട്ട് അസ്യൂം ചെയ്യണം? ടോട്ടൽ മാർക്കിനെ ഓൾവേസ് നമ്മൾ 100% ആയിട്ട് അസ്യൂം ചെയ്യണം. അപ്പം ഫസ്റ്റ് കാൻഡിഡേറ്റ് എന്ത് ചെയ്തു? ടോട്ടൽ മാർക്കിൻ്റെ 25% മാർക്ക് വാങ്ങിച്ചു. അപ്പോൾ 100ന്റെ 25% എത്ര? 25% ഫസ്റ്റ് ആൾ എന്ത് ചെയ്തു? സ്കോർ ചെയ്തു. പക്ഷേ അയാൾ എന്ത് ചെയ്തു? ഫെയിൽഡ് ബൈ 68 മാർക്ക്. അതായത് പാസിംഗ് മാർക്കിനെക്കാട്ടിലും 68 മാർക്ക് കുറവല്ലേ? ആ 68 മാർക്ക് കൊണ്ട് അയാൾ പാസ്സായി പോകത്തില്ലേ? അതേ കേസ് തന്നെ നോക്കാം. രണ്ടാമത്തെ ആൾക്ക് എന്ത് സംഭവിച്ചു? ടോട്ടൽ മാർക്കിൻ്റെ 50% അയാൾ സ്കോർ ചെയ്തു. പക്ഷേ അയാൾ എന്ത് ചെയ്തു? അയാൾ ആ പാസിംഗ് മാർക്കിനെക്കാട്ടിലും 42 മാർക്ക് കൂടുതൽ വാങ്ങിച്ചു. അതായത് നമ്മുടെ കട്ട് ഓഫിനെക്കാട്ടിലും കൂടുതൽ മാർക്ക് വാങ്ങിച്ചെന്ന് പറയുന്ന പോലെ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ 2 രീതി ചെയ്യാം. ഒന്ന് ചേഞ്ച് ഇൻ പെർസെൻറ്റേജ് വാല്യൂ അല്ലേ?
ചേഞ്ച് ഇൻ പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു ആക്ച്വൽ വാല്യൂ. ആ കൺസെപ്റ്റ് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ എത്ര ചേഞ്ച് ഇൻ പെർസെൻറ്റേജ് 50% മൈനസ് 25% എത്ര ചേഞ്ച് ഇൻ പെർസെൻറ്റേജ് എത്ര വന്നിരിക്കുന്നത് 25% ആണ് ഇവിടെ ചേഞ്ച് ഇൻ പെർസെൻറ്റേജ് വന്നിരിക്കുന്നത്. പക്ഷേ ചേഞ്ച് ഇൻ വാല്യൂ ഇവിടെ എത്ര വന്നിരിക്കുന്നത്? അപ്പോൾ നമുക്ക് ഈ 25% ആയിട്ടുള്ള ചേഞ്ച് ഇൻ പെർസെൻറ്റേജ് നമുക്ക് എവിടെ ഇക്വേറ്റ് ചെയ്യാം? 42 മൈനസ് ഓഫ് മൈനസ് 68 ഇക്വേറ്റ് ചെയ്യാം. 42 മൈനസ് ഓഫ് മൈനസ് 68 എത്ര? 42 പ്ലസ് 68. സോ അതിന്റെ വാല്യൂ എത്ര വരും? 110 എന്ന് കിട്ടും. അതായത് 25%ന്റെ വാല്യൂ ആണ് നമുക്ക് എത്ര കിട്ടിയിരിക്കുന്നത്? 110 എന്ന് കിട്ടിയിരിക്കുന്നത്. സോ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? 100% കണ്ടുപിടിച്ചുകൂടെ? എത്ര വരും? രണ്ട് സൈഡിലും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? 25 × 4 എത്ര? 100 അല്ലേ? അപ്പോൾ എത്ര വരും? 100% അല്ലെങ്കിൽ നമുക്ക് വേണ്ട ടോട്ടൽ മാർക്ക് എത്ര കിട്ടി? 440 നമുക്ക് കിട്ടി. അപ്പോൾ ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഇവിടം വരെ കിട്ടിയില്ലേ? 110 കിട്ടിയില്ലേ? വേണമെങ്കിൽ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഓഫ് കോഴ്സ് അറിയാം ഏതായിരിക്കും ആൻസർ എന്ന് പറയുന്നത്. 11ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാം. ഇനി രണ്ട് ഓപ്ഷൻ ഉണ്ടെങ്കിലോ 4ന്റെ മൾട്ടിപ്പിൾ കൂടെ ചെക്ക് ചെയ്താൽ മതി, 11ന്റെയും 4ന്റെയും മൾട്ടിപ്പിൾ ചെക്ക് ചെയ്താൽ മതി. സോ ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പെർസെൻറ്റേജ് എന്നാണ് കിട്ടിയത്. എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി ഞാൻ എക്സ്ട്രാ ചോദിക്കുകയാണ്, ഇതിൽ പാസിംഗ് മാർക്ക് എത്രയാണ്? ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇൻ കേസ് ഇനിയിപ്പം എന്താ പറഞ്ഞില്ലേ നമ്മുടെ പുതിയ വെൻഡർ ക്വസ്റ്റ്യൻ ഒക്കെ ഏത് രീതിയിൽ എഴുതുന്നത് നമുക്കറിയാൻ പറ്റുമോ? ഒന്നും അറിയത്തില്ല, ദൈവം നമ്പുരാൻ അറിയാമല്ലേ. കഴിഞ്ഞ TCS ആണെങ്കിൽ നമുക്കറിയാം, ഓക്കെ ഒരുപാട് എക്സാം കണ്ടക്ട് ചെയ്ത് നമ്മുടെ കയ്യിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, പാറ്റേൺ ഉണ്ട്. സോ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി എങ്ങനെ അറിയാൻ പറ്റും? സോ ഇൻ കേസ് പാസിംഗ് മാർക്കാണ് ചോദിക്കുന്നത്, എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റിന്റെ ഇതെടുക്കുക. സോ 25% അല്ലെ ടോട്ടൽ മാർക്ക് അതിന്റെ വാങ്ങിച്ചിരിക്കുന്നത് എത്ര വരും? 440ന്റെ എത്ര വാങ്ങിച്ചു? 25% വാങ്ങിച്ചു. അതെത്ര വരും? 110 തന്നെയല്ലേ? അതിന്റെ കൂടെ എന്ത് ചെയ്തു? ഈ പറഞ്ഞിരിക്കുന്ന മാർക്കിന്റെ കൂടെ 68 മാർക്കും കൂടെ ഉണ്ടായിരുന്നു എങ്കിൽ എന്താ പറഞ്ഞേ? 68 മാർക്ക് കുറച്ചല്ലേ വാങ്ങിച്ചേ, 68 കൂടെ ഉണ്ടായിരുന്നു ഇയാൾ എന്ത് ചെയ്യുന്നേ? പാസിംഗ് മാർക്ക് വാങ്ങിക്കത്തില്ലായിരുന്നു. ഇതാണ് പാസിംഗ് മാർക്ക്. ഇപ്പൊ എത്ര കിട്ടും? 110 പ്ലസ് 68 എത്ര ആൻസർ? 178. ഇതാണ് പാസിംഗ് മാർക്ക്. ഇനി നിങ്ങൾ ചോദിക്കും മറ്റേ ആളുടെ കേസ് എടുത്തൂടെ? ഡെഫിനറ്റ്ലി പറ്റും. 440 ആണ് ടോട്ടൽ മാർക്ക്. അതിന്റെ 50% എത്ര വരും? 220 വരും. ആ 220 ആലോചിക്കണം, രണ്ടാമത്തെ ആൾ പാസിംഗ് മാർക്കിനെക്കാട്ടിൽ 42 കൂടുതൽ വാങ്ങിച്ചു. സോ 220 42 കുറച്ചാൽ പോരെ പാസിംഗ് മാർക്ക് കിട്ടാൻ? രണ്ടാമത്തെ ആളുടെ കേസ് എടുക്കുകയാണെങ്കിൽ അപ്പോൾ എത്ര വരും? 178 തന്നെ കിട്ടത്തില്ലേ? സോ ഇതാണ് നമ്മുടെ പാസിംഗ് മാർക്ക് എന്ന് പറഞ്ഞൊരു ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ടൈപ്പ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും പഠിക്കുമ്പോൾ ഓരോ ചാപ്റ്റർ എടുക്കുക, അരിത്തമെറ്റിക്കിന്റെ ഓരോ ചാപ്റ്റർ എടുക്കുക, അതിൽ ഓരോ സബ് ടോപ്പിക്സ് ഉണ്ട്, അത് നിങ്ങൾ എല്ലാം കവർ ചെയ്തോന്ന് എപ്പോഴും റിവിഷൻ ചെയ്യുക, അല്ലെങ്കിൽ അത് ഉറപ്പാക്കുക അല്ലേ? ഉറപ്പ് വേണം എല്ലാ കാര്യത്തിലും. സോ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇവിടുന്നാണ് വന്നിരിക്കുന്നത്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ അല്ലേ? അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഫേസ് ചെയ്യാൻ റെഡി ആയിരിക്കുക. ഇനിയിപ്പം എന്താ പുതിയ വെൻഡർ പറയാണ്, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ പുതിയ റേഷ്യോ 55, 30, 50 റേഷ്യോയിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഡിഫിക്കൽട്ടി വരുന്നത്. അതിൽ എത്ര ഡിഫിക്കൽട്ടി വരുന്നത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. പിന്നെ കൂടുതൽ ഞാൻ കേട്ടത് കൺസെപ്ച്വൽ ഓറിയന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൺസെപ്റ്റ് കൂടുതലായിട്ട് അറിയുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകളാണ് കൂടുതൽ ചോദിക്കുന്നതെന്ന് ഞാൻ കേട്ടു. അപ്പോൾ നമുക്ക് അത് എന്ത് ചെയ്യണം? അതും കവർ ചെയ്യണം. സോ കൺസെപ്റ്റ് നല്ല രീതിയിൽ അറിഞ്ഞിരിക്കുക എന്നുള്ള കേസാണ്. എപ്പോഴും ട്രിക്ക് മാത്രം വെച്ചിരിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ തന്നിട്ടുണ്ട് റേഷ്യോ ഓഫ് ഇൻകം ഓഫ് ABC ഈസ് 4:5:7 അല്ലേ? ഇവിടെ നോക്കിക്കേ, നമുക്ക് ഇൻകത്തിന്റെ റേഷ്യോ എയുടെയും അതുപോലെ ബിയുടെയും സിയുടെയും റേഷ്യോ തന്നിട്ടില്ല. എത്ര? 4:5:7 തന്നിട്ടുണ്ട് ആണല്ലോ. പിന്നെന്താ തന്നിരിക്കുന്നത്? പറഞ്ഞേ, നിങ്ങളെല്ലാവരും പറഞ്ഞേ, ഒരുമിച്ച് പറ. എക്സ്പെൻഡിച്ചറിന്റെ റേഷ്യോ എത്ര? 7:8:9 തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് ഒരാൾ മിസ്സിംഗ് അല്ലേ? നമ്മുടെ ഈ കൂട്ടത്തിലെ ഒരുവൻ മിസ്സിംഗ് അല്ലേ? ആരാ? നമുക്കറിയാം ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പെൻഡിച്ചർ പ്ലസ് സേവിങ്സ് ആണ്. അപ്പോൾ ഇതിന്ന് സേവിങ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇൻകത്തിൽ നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്യണം? എക്സ്പെൻഡിച്ചർ മൈനസ് ചെയ്യണം. എന്നാലല്ലേ നമുക്ക് സേവിങ്സ് കിട്ടൂ. സോ നമുക്ക് ഇതിൽ നിന്ന് ഡയറക്റ്റ് എന്താ മൈനസ് ചെയ്യാൻ പറ്റുമോ? ഇതൊരു റേഷ്യോ അല്ലേ? രണ്ട് യൂണിവേഴ്സ് അല്ലേ ഇവന്മാര്? ഇൻകത്തിന്റെ റേഷ്യോകളല്ല ഒരു യൂണിവേഴ്സ്. കാര്യം എന്താ? ഇൻകം ഓഫ് ABC-യുടെ റേഷ്യോ ആണ് തന്നിരിക്കുന്നത്. നമ്മൾ വേരിയബിളിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഇവന്മാർക്ക് വേണമെങ്കിൽ എക്സ് ഇടാം, എക്സ് അതായത് 4x 5x 7x ഇടാം. പക്ഷേ എക്സ്പെൻഡിച്ചർ ആ ഒരു വേരിയബിൾ തന്നെ കൊടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. എക്സ്പെൻഡിച്ചർ വേറൊരു യൂണിവേഴ്സാണ്. നമ്മൾ പറയത്തില്ല, ഇപ്പം സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡിംഗ് അല്ലേ യൂണിവേഴ്സ്. സോ എക്സ്പെൻഡിച്ചറിലുള്ളവർ എയുടെയും ബിയുടെയും സിയുടെയും കംപ്ലീറ്റ്ലി ഡിഫറൻറ്റ് റേഷ്യോ ആണ്. അവിടെ നമുക്ക് ആ എക്സ് കൊടുക്കാൻ പാടില്ല. പക്ഷേ എക്സ് അല്ലാതെ വേറെ എന്ത് വേരിയബിൾ കൊടുക്കും? എ കൊടുത്തോ, ബി കൊടുത്തോ, സി കൊടുത്തോ, യു കൊടുത്തോ, എന്ത് വേണേലും കൊടുക്കാം, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ നമുക്ക് കൊടുക്കാം. പക്ഷെ നമുക്ക് ആ ഒരു എന്താ പറയുന്നത് ബേസിക് ലെവൽ ആ ഒരു ടൈപ്പ് അല്ല ചെയ്യുന്നത്. ഇവിടെ ഞാൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും. നമ്മൾ ഈ മിക്സ്ചർ ആൻഡ് അലിഗേഷനകത്ത് പഠിച്ചിട്ടുണ്ട്. ഏതാണെന്നറിയോ? ഞാൻ പറഞ്ഞുതരാം, നോക്കിയോ. മിക്സ്ചർ ആൻഡ് അലിഗേഷനകത്ത് രണ്ട് മിക്സ്ചേഴ്സ് തമ്മിൽ മിക്സ് ചെയ്യുന്നു.
പക്ഷേ ഒരു മിക്സർ, അപ്പോൾ അവർ മിക്സ് ചെയ്യുന്ന റേഷ്യോ തരുന്നൊരു ക്വസ്റ്റ്യൻ ഇല്ല, എന്നിട്ട് അവർ മിക്സ് ചെയ്താൽ ആ ഫൈനൽ മിക്സറിന്റെ റേഷ്യോ എത്രയാണ്, മിൽക്കിന്റെയും വാട്ടറിന്റെ റേഷ്യോ എന്താണെന്നൊക്കെ ചെയ്യുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഇല്ലേ. സോ അവിടെ ചെയ്യുന്ന എന്താ, നമ്മൾ ആദ്യം ഇൻഡിവിജ്വൽ മിക്സ്ചേഴ്സിന്റെ ടോട്ടൽ എന്ത് ചെയ്യും, ഇക്വേറ്റ് ചെയ്യും, LCM വെച്ചിട്ട് ഇക്വേറ്റ് ചെയ്യും. അതിനുശേഷം ആ പർട്ടിക്കുലർ റേഷ്യോ വെച്ചിട്ട് അവർ എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്ത് മിൽക്കും ആഡ് ചെയ്യും, വാട്ടറും ആഡ് ചെയ്യും, എന്നിട്ട് അവരെ തമ്മിൽ എന്ത് ചെയ്യും, റേഷ്യോ ആക്കും. സോ അതേ കൺസെപ്റ്റാണ് ഇവിടെ നോക്കിക്കോ. പക്ഷേ നമുക്ക് ഈ ക്വസ്റ്റ്യനിനകത്ത് ഒരു എക്സ്ട്രാ ഡേറ്റ വന്നിട്ടുണ്ട്. എന്താ, ഇഫ് സേവിങ്സ് ഓഫ് ബി ഈസ് 12.5% ഓഫ് ഇൻകം എന്ന് വന്നിട്ടില്ലേ. ഇവിടെ നോക്കിക്കേ, ഈ 12.5%ന്റെ ഫ്രാക്ഷൻ വാല്യൂ എല്ലാവർക്കും അറിയില്ല എത്ര, 1/8 അല്ലേ, 1/8 അല്ലേ. സോ ഈ 1/8 നിങ്ങൾ പറഞ്ഞേ 8 എന്താ, 12 സേവിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇൻകത്തിന്റെ 12.5% എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താ, 8 എന്ന് പറഞ്ഞ ഇൻകം, 1 എന്ന് പറഞ്ഞാൽ എന്താ സേവിങ്സ്, ആൻഡ് എക്സ്പെൻഡിച്ചർ ഇവിടെ എത്ര വരും, എക്സ്പെൻഡിച്ചർ 7 ആണ്. അതായത് ബിയുടെ കേസ് അല്ലേ, നമ്മുടെ ഈ ബിയുടെ കേസ് അല്ലേ. നോക്കിക്കോ, നമ്മുടെ കേസിൽ ഇൻകത്തിന്റെ റേഷ്യോ എത്ര, 5 അല്ലേ, ഇവിടെ ഇൻകം എത്ര, 8 അല്ലേ, ഇവിടെ റേഷ്യോ എക്സ്പെൻഡിച്ചറിന്റെ വാല്യൂ എത്ര, 8 അല്ലേ, പക്ഷേ ഇവിടെ എക്സ്പെൻഡിച്ചർ 7 അല്ലേ. അതെങ്ങനെ ശരിയാവും, നമുക്ക് അവരെ ഒന്ന് മേർജ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് കൺവേർട്ട് ചെയ്തോടെ. അപ്പോൾ അതിന് ആദ്യം ചെയ്യേണ്ട എന്താന്ന് പറഞ്ഞാൽ, ഇവിടെ നോക്കിക്കോ, നമുക്ക് ഈ രണ്ട് റേഷ്യോകളെ തമ്മിൽ ഒന്നിപ്പിക്കണം അല്ലേ, ഒന്നിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം ഇവരെ, ഞാൻ ആ മിക്സർ ആൻഡ് അലിഗേഷൻ പറഞ്ഞ അതേ കേസ്, ഇവരുടെ റേഷ്യോ വാല്യൂസിനെ നമുക്ക് ഒന്നാക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇൻകത്തിന് എക്സ്പെൻഡിച്ചർ ഒന്നാക്കണം എന്നാണോ, ഒരിക്കലും അല്ല. ഇവിടെ മിക്സർ ആൻഡ് അലിഗേഷൻ ഒരു ചെറിയൊരു റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ഒരു ട്രിക്ക് പറഞ്ഞുതരോ. ഇവിടെ ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഇൻകത്തിന്റെ എക്സ്പെൻഡിച്ചറിനെ ബിയുടെ വാല്യൂസ് ഇക്വേറ്റ് ചെയ്യാന്നല്ല, ഇവിടെ റേഷ്യൂസിന്റെ വാല്യൂസിനെ ഇക്വേറ്റ് ചെയ്യുക. സോ അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, LCM എടുത്താൽ പോരെ, 5ന്റെയും 8ന്റെയും LCM വാല്യൂ എത്ര കിട്ടുന്നത് എല്ലാവർക്കും അറിഞ്ഞൂടെ, 40 അല്ലേ. സോ ഇതിനെ 40 ആക്കാൻ, അതായത് 5നെ 40 ആക്കാൻ എന്ത് ചെയ്യണം, 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി നിങ്ങൾ ചോദിക്കും ഇതിനെ 40 ആക്കാനോ 8നെ 40 ആക്കാൻ എന്ത് ചെയ്യണം, 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ആ ഒരു പാർട്ട് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഏത് റേഷ്യോയിലാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, അതെ കറക്റ്റ് ആ മിക്സർ ആൻഡ് അലിഗേഷൻ അതേ കൺസെപ്റ്റ് തന്നെയാണ്. എന്ത് ചെയ്യണം, ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്, ഇൻകത്തിന്റെ വാല്യൂ 8 അല്ലേ, സോ എന്ത് ചെയ്യുക, 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ എക്സ്പെൻഡിച്ചറിന്റെ വാല്യൂ എത്ര, 7 അല്ലേ, എന്നിട്ട് 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇൻഡിവിജ്വലി ആ റേഷ്യൂസിനെ തമ്മിൽ, ഇൻഡിവിജ്വലി മീൻസ് ആ റേഷ്യൂസിനെ തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം, മൈനസ് ചെയ്യാം. സോ നോക്കിയോ, സേവിങ്സ് എന്ത് ചെയ്യും, ഞാൻ ആ സേവിങ്സ് കുറച്ചുകൂടി നല്ല വലുതായിട്ട് എഴുതി തരാം. നോക്കിക്കോ, ഇവിടെ ഇൻകം ഓഫ് എ എത്ര കിട്ടിയിരിക്കുന്നത്, ഇൻകം ഓഫ് എ ഞാൻ ഇവിടെ സൈഡിൽ ഞാൻ എഴുതി കാണിക്കാം. നോക്കിയോ, ഇൻകം ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്ത് വരും, 8 × 4 എത്ര വരണം, 8 64, 64 4 എത്ര, 256. സിമിലർലി എയുടെ എക്സ്പെൻഡിച്ചർ എത്ര കിട്ടിയിരിക്കുന്നത്, 7 × 5 × 7 അല്ലേ, എത്ര വരണം, 7 7 5 35 × 7 വരണ്ടേ, എത്ര വരും, 210. 7 5 35 എത്ര വരണം, 245. സോ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സേവിങ്സ് എത്ര ആയിരിക്കും, 11 കിട്ടില്ലേ. സോ സേവിങ്സിന്റെ റേഷ്യോ എത്ര, 11 കിട്ടി. നമ്മൾ എന്തെങ്കിലും വേരിയബിൾ ഇട്ടോ, ഏതെങ്കിലും വേരിയബിൾ വെച്ച് ചെയ്തോ, ഒന്നും വേണ്ട, ജസ്റ്റ് റേഷ്യോ. പക്ഷെ ഞാൻ ഈ പറഞ്ഞു തരുന്നതുകൊണ്ട് ഞാൻ ഇച്ചിരി പതുക്കെ നിങ്ങൾക്ക് പറഞ്ഞ് ഈസി മട്ടിൽ പറഞ്ഞു തരും. പക്ഷെ നിങ്ങൾ ഇത് എന്ത് ചെയ്യണം എന്നറിയോ, നിങ്ങൾ ഈ നോട്ട് എടുത്തിട്ട് 2 വട്ടമൊക്കെ അങ്ങ് ചെയ്ത് നോക്കണം. ചിലപ്പോൾ ഇത് അറിയുന്ന ആൾക്കാരുണ്ടായിരിക്കാം, അറിയാത്ത ആൾക്കാർ എന്ത് ചെയ്യണം, ഇത് 2 വട്ടം എംബോസിഷൻ പോലൊക്കെ അങ്ങ് എഴുതിക്കോ, എന്നിട്ട് ആ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യുക. കാര്യം ഒരു പുതിയ കൺസെപ്റ്റ് ആയിരിക്കാം. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇമ്പ്രൂവ് ആവുന്നത്. അപ്പോൾ 11 കിട്ടിയില്ല. ഇനി അതുപോലെ തന്നെ ബിയുടെ കേസ് ആണെങ്കിലോ, നോക്കിക്കോ, ബിയുടെ കേസ് ആണെങ്കിൽ ഇൻകം ഇവിടെ എത്ര ആയിരിക്കും, ഇൻകം എന്ന് പറയുന്നത് 5 × 8 × 8 അല്ലേ, എത്ര വരും, 320 അല്ലേ, 8 5 40, 8 4 32, 320 വന്നില്ലേ. അതുപോലെ എക്സ്പെൻഡിച്ചർ എത്ര ആയിരിക്കും പറഞ്ഞേ, 8 × 5 × 7 അല്ലേ, അതായത് 8 × 5 × 7, 8 5 40, 7 4 28 അല്ലേ, 280 വരത്തില്ലേ. അപ്പോൾ എത്ര വരണം, 40 വരണ്ടേ. ഇനി ബാക്കി ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ടോ, ഓപ്ഷൻ നോക്ക്, ഫസ്റ്റ് ഏതാ, എയുടെ കേസിൽ 40:11 ആണ്. നമുക്ക് എയുടെ വാല്യൂ എത്ര വരണ്ടേ, 11 അല്ലേ. അപ്പോൾ ഇതല്ല ബി എടുക്കുവാണെങ്കിലോ, ഓക്കെ 11 വന്നു, 40 വന്നു, കിട്ടിയല്ലോ. നമുക്ക് അതുകൊണ്ട് ഉറപ്പിക്കാൻ പറ്റുമോ, ഇല്ല. ഇനി അടുത്ത സി നോക്കിയേ, 133 11 ഒരിക്കലും അല്ല. അപ്പം ഏതാ, സിയും അല്ല. ഇനി ഡി നോക്കിയേ, 133 40 ഒരിക്കലും അല്ലല്ലോ, അതുമല്ല. അപ്പോൾ ഏതാ ആൻസർ, ഓപ്ഷൻ ബി ആണ്. ഏതാ ആൻസർ, 11:40:133. സോ നമ്മൾ അവിടെ ആ സിയുടെ വാല്യൂ കണ്ടുപിടിക്കുന്ന ടൈം കൂടെ ലാഭിച്ചു. സത്യം പറഞ്ഞാൽ 2 റേഷ്യോ കണ്ടു, ഓക്കെ ഒരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, നേരെ ക്ലിക്ക് ചെയ്തോ, അവിടെ കൊണ്ട് മാർക്ക് ചെയ്തോ, പിന്നെ നോക്കി സമയം കളയരുത്. സോ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ്റെ ട്രിക്ക് മനസ്സിലായില്ലേ. അപ്പോൾ എല്ലാവർക്കും ഞാൻ പറയുന്നത് എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ ഇതെപ്പോഴും റിവിഷൻ ചെയ്യുക. ഇപ്പം നിങ്ങൾ ഒരു സെറ്റ്, ഇപ്പോൾ ഒരു റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ എടുക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ആ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനിൽ എത്ര ടൈപ്പ് ഉണ്ട്, എത്ര സബ് ടോപ്പിക് ഉണ്ട്, അത് നിങ്ങളുടെ നോട്ടിൽ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സ്റ്റഡി റൂമിൽ നിങ്ങളെ ഒരു എന്താ പറയുക, നമ്മൾ നേരെ ഫേസ് ചെയ്യുന്ന ഒരു വോൾ ഉണ്ടല്ലോ, അവിടെ ഒട്ടിച്ച് വെച്ചോ. എന്നിട്ട് ഓരോ ചാപ്റ്ററിൽ നിന്നും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു 50 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു 100 ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. എങ്കിൽ കൂടി ഞാൻ പറയുന്നത് ഒരു 50 ക്വസ്റ്റ്യൻ, ഒരു 100 ക്വസ്റ്റ്യൻ, പല ടൈപ്പ് ഡിഫിക്കൽട്ടി ലെവൽ, ഓരോ ഡിഫിക്കൽട്ടി ലെവൽ കൂടി വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് ചെയ്യുക. പിന്നെ കൂടുതലും ഞാൻ പറഞ്ഞത്, തുടക്കം പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ട്രിക്കുകളെ ആശ്രയിക്കാതിരിക്കുക.
ബേസിക് പഠിക്കുക. ബേസിക് നല്ല രീതിയിൽ നിങ്ങളുടെ എന്താ പറയുക നമ്മുടെ തലയിൽ സേവ് ആയി കഴിഞ്ഞാൽ പിന്നെ ട്രിക്ക് മനസ്സിലാക്കാനും എളുപ്പമാണ്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾ ഇങ്ങനെ നോക്ക്, ഒരു ലാംഗ്വേജ് ഒന്ന് മാറ്റി തന്നു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടുപോകത്തില്ലേ? ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? നമ്മളൊരു പർട്ടിക്കുലർ ലാംഗ്വേജ് ബേസ്ഡ് ക്വസ്റ്റിന് ഒരുപാട് ട്രിക്ക് പഠിക്കും. ഇൻ കേസ് ഈ TCS അങ്ങനെ നടത്തിയെന്ന് വിചാരിച്ചു, ഇനിയിപ്പം പുതിയ വെഞ്ചർ എഡ്യൂക്കിറ്റി എന്ന് പറഞ്ഞ വെഞ്ചർ ഇനി പറയുകയാണ്, ഇനി ഞാൻ ക്വസ്റ്റിൻ്റെ പാറ്റേൺ ഒന്ന് മാറ്റുക, നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ പറയുന്നത് എപ്പോഴും ബേസിക് അറിഞ്ഞിരിക്കുക, ട്രിക്കും പഠിക്കുക. അപ്പോൾ ബേസിക് അറിഞ്ഞിരുന്ന ട്രിക്ക് മനസ്സിലാക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും. ഇൻ കേസ് അങ്ങനെ വന്നില്ലെങ്കിൽ കൂടി നമുക്ക് ബേസിക് ഇട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. അടുത്ത ക്വസ്റ്റൻ ഏതാ? ഏത് ചാപ്റ്ററിൽ നിന്നാണ് നിങ്ങളൊന്ന് പറഞ്ഞേ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലേ? നോക്ക്, പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഒത്തിരി വലിയ കട്ടിയുള്ള ക്വസ്റ്റ്യൻ അല്ലെങ്കിലും നമുക്ക് കുറച്ച് സിമ്പിളായിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, എ മെർച്ചന്റ് സെൽസ് 195 കിലോഗ്രാം ഓഫ് വീറ്റ് ഫോർ 10,260 അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 4.5 per kilogram of wheat. ഇനി വാട്ട് ഈസ് ദ കോസ്റ്റ് പ്രൈസ് ഇൻ നിയറസ്റ്റ് ഇൻഡിജർ ഓഫ് 50 കിലോഗ്രാം ഓഫ് വീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഇത്രയേ ഉള്ളൂ സംഭവം. 195 കിലോഗ്രാം വീറ്റ് എന്ത് ചെയ്തു? ഒരാൾ 10,260 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്തു? പെർ kg അല്ലെങ്കിൽ 1 കിലോയ്ക്ക് വീറ്റിന് എന്ത് ചെയ്തു? 4 രൂപ വെച്ചിട്ട് അയാൾക്ക് പ്രോഫിറ്റ് കിട്ടി. അങ്ങനെയെങ്കിൽ 15 kgയുടെ വീറ്റിന്റെ സെല്ലിംഗ് പ്രൈസ് എത്ര? കോസ്റ്റ് പ്രൈസ് എത്ര? ഇതല്ലേ ഉള്ള പരിപാടി. അപ്പം ഈ ടൈപ്പ് ക്വസ്റ്റൻ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെല്ലാം പെർ kg അല്ലെങ്കിൽ 1 kgയിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഇപ്പം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, നോക്കിക്കേ. ആദ്യം പ്രോഫിറ്റ് ആൻഡ് ലോസ് അറിയാമല്ലോ. പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ കാര്യങ്ങൾ, പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? SP - CP ആണല്ലോ. അതിവിടെ കിടക്കട്ടെ. ഓക്കെ, ഇനി പുതുതായിട്ട് കാണുന്ന ആൾക്കാർ, ഇപ്പോൾ പുതുതായിട്ട് ഒരു CG അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഈ പ്രോഫിറ്റ് ലോസ് അറിയത്തില്ലെങ്കിൽ അത് അവിടെ കിടന്നോട്ടെ. നോക്കിക്കോ, ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് 195 കിലോഗ്രാം വീറ്റിന്റെ സെല്ലിംഗ് പ്രൈസ് എത്ര വന്നിരിക്കുന്നത്? 10,260 kg. അത്രയും പൈസ കിട്ടുമല്ലേ? ഓക്കെ, 10,260 kg കിട്ടി. അങ്ങനെയെങ്കിൽ 1 kg വീറ്റിന്റെ സെല്ലിംഗ് പ്രൈസ് എത്ര ആയിരിക്കും? 10,260/195 രൂപയെന്ന് കിട്ടി. അപ്പം ഇനി എല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താ? നേരെ തുടങ്ങും, വെട്ടി ചെയ്യാനോ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് അതിന്റെ വാല്യൂ കണ്ടുപിടിക്കും. നിൽക്കി അനിയാന്നില്ല, നമ്മൾ അവിടെ ചാടിക്കയറി ഇതൊന്നും ചെയ്യേണ്ട. നമുക്ക് വെട്ടിക്കളയാനുള്ള വാല്യൂസ് ഒക്കെ ഇനി കിട്ടും, നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് എന്താ വന്നിരിക്കുന്നത്? നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പ്രോഫിറ്റ് ഓഫ് 4.50 per kg അല്ലേ കിട്ടിയിരിക്കുന്നത്. നമുക്കറിയാം പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ SP - CP ആണ്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് കിട്ടത്തില്ല, എന്ത് കിട്ടും? SP മൈനസ് പ്രോഫിറ്റ് അല്ലേ? കോസ്റ്റ് പ്രൈസ് ഇവിടെ വന്നു, സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിച്ച് സെല്ലിംഗ് പ്രൈസിൽ നിന്ന് പ്രോഫിറ്റ് മൈനസ് ചെയ്താൽ കോസ്റ്റ് പ്രൈസ് കിട്ടത്തില്ലേ? അതായത് ഇവിടെ പെർ kgയുടെ വാല്യൂസ് അല്ലേ നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ സെല്ലിംഗ് പ്രൈസ് എന്താ കണ്ടുപിടിച്ചിരിക്കുന്നത്? CP അല്ല, SP ആണ്. നമുക്ക് സെല്ലിംഗ് പ്രൈസ് എത്ര കിട്ടിയിരിക്കുന്നത്? 1 kgയുടെ 10,260/195. സോ അതിൽ നിന്ന് പെർ kgയുടെ പ്രോഫിറ്റ് മൈനസ് ചെയ്താൽ പോരെ. അപ്പോൾ എന്ത് കിട്ടും? പെർ kgയുടെ CP കിട്ടത്തില്ലേ? ഇവിടെ നമുക്ക് ഇത് വേറെ യൂണിവേഴ്സ് അല്ലേ? എന്താണ് ഇത് മായാത്തെ? ഓക്കെ, കുഴപ്പമില്ല, മായ്ക്കണ്ട, നമുക്കിത് വെട്ടിക്കളയാം. ഓക്കെ, നമുക്കെന്താ പെർ kgയുടെ അല്ലെങ്കിൽ 1 kgയുടെ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? 1 kgയുടെ സെല്ലിംഗ് പ്രൈസിൽ നിന്നും അല്ലേ 195 അല്ലേ, അതിൽ നിന്ന് 4.5 അല്ലേ പെർ kgയുടെ പ്രോഫിറ്റ്, അത് മൈനസ് ചെയ്താൽ പോരെ. ഇനിയും ചെയ്യണോ? കാൽക്കുലേറ്റ് ചെയ്യണോ? അവിടെ നിൽക്ക്. നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? 15 kgയുടെ വീറ്റിന്റെ പ്രോഫിറ്റ് എന്താ കോസ്റ്റ് പ്രൈസ് അല്ലേ കണ്ടുപിടിക്കണ്ടേ? ഇത് 1 kgയുടെ അല്ലേ? സോ 15 kgയുടെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 15 kgയുടെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 10,260/195 - 4.5 ഇൻറ്റു എന്ത് ചെയ്താൽ മതി? 15 ചെയ്താൽ പോരെ. ഇനി നമുക്ക് എന്ത് വരും? നിങ്ങൾ ആലോചിച്ചോ, 15നെ 195 കൊണ്ട് കട്ട് ചെയ്ത് എത്ര ടൈംസാ? 13 ടൈംസ് അല്ലേ? അപ്പോൾ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനി ഇത് കൺഫ്യൂഷൻ ആവായിരിക്കും, 13 ടൈംസ് ആണ്. ഓക്കെ, 15നെ 13 ആണ്. ഇനി ഈ 10,260 അതിനെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, 13 102 എത്ര ടൈംസാ? 7 ടൈംസ് അല്ലേ? 91 അല്ലേ? ബാക്കി എത്ര വരും? ബാക്കി 11 വരും അല്ലേ? ഈ 11 116 ആകുമ്പോൾ 13 എത്ര ടൈംസാ? 8 ടൈംസ് അല്ലേ? 8 ടൈംസ് ആകുമ്പോൾ 104 വരും. പിന്നെ ഒരു 2 ഉണ്ട്, 13 ഒരു വട്ടം, അതായത് 781 പോയിന്റ് സംതിങ് എന്തോ വാല്യൂ ഇവിടെ വരണം. അതായത് ഇവിടെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം 781 പോയിന്റ് സംതിങ് എന്തോ വാല്യൂ ഇവിടെ വരണം. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? 4.5 ഇൻറ്റു 15 മൾട്ടിപ്ലൈ ചെയ്യണം. അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നിങ്ങൾക്ക് അറിയത്തില്ലേ? 4 വരും, 25 വരും, ലാസ്റ്റും ആദ്യത്തെ 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ എത്ര വരും? 20, 25 ആടിയുമ്പോൾ എത്ര വരണം? 67.5 എന്ന് വരണം. അതായത് നിങ്ങൾ ആലോചിക്കുക, ഈ 281 നിന്ന് 67.5 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ലോജിക്കലി ചിന്തിച്ചാൽ മനസ്സിലാകത്തില്ലേ? 781 അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻ ചെക്ക് ചെയ്താൽ ഈ 780-50 ചെറിയൊരു വാല്യൂ അല്ലേ ഡെഫിനറ്റ്ലി വരുന്നത്. പക്ഷേ 700-നെക്കാട്ടിലും ഹയർ വാല്യൂ ആണല്ലോ വരുന്നത്. നിങ്ങൾ ഈ ഓപ്ഷൻ ചെക്ക് ചെയ്ത് ഇതിൽ ഏതൊക്കെ ആ വാല്യൂ ഉള്ളത്? അതായത് 750-നും 700-നും ഇടയ്ക്ക് വരുന്ന വാല്യൂ ഏതാ? ഒരൊറ്റ ഒരെണ്ണം അല്ലേ ഉള്ളൂ, 722 അല്ലേ ഉള്ളൂ. 750 ആണോ? ഒരിക്കലും അല്ല. 595 ഏത് വകയിൽ വരാനല്ലേ? വരത്തില്ല. 682 ആണോ? നഹി, ഒരേ എണ്ണം അല്ലേ ഉള്ളൂ, 722. സോ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്ന മനസ്സിലായല്ലേ? അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം? ഒന്നുകൂടെ ചെയ്ത് നോക്കുക.
ഒന്നുകൂടെ ചെയ്ത് നോക്കിയിട്ട് ഇങ്ങനെ റിവിഷൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ഇതിൻ്റെ കൺസെപ്റ്റ് ഇതായിരുന്നു, പെർ കേജിലോട്ട് കൺവേർട്ട് ചെയ്താൽ മതി. ഏകദേശം കാര്യം മനസ്സിലായല്ലോ. അപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസിൽ തന്നെ ഒരുപാട് എന്താ ടൈപ്പ് ഉണ്ട്. ഡിസ്ഹോണസ്റ്റ് ഷോപ്പ് കീപ്പർ, അതേപോലെ എന്താ പ്രോഫിറ്റും ഡിസ്കൗണ്ടും മിക്സ് ചെയ്ത് വരുന്ന ക്വസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്ത് കുറച്ച് വേരിയബിൾ ബേസ്ഡ് ക്വസ്റ്റൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് എന്തിനാന്ന് വെച്ചാൽ നമുക്കറിയത്തില്ല എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന്. ഇനിയിപ്പോൾ ഡിഫിക്കൽട്ട് ലെവൽ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വന്നിട്ട് ഇപ്പോൾ ഈ 55, 30, 15 റേഷ്യോയിൽ മാറി അറിയാം, നമുക്കറിയാൻ പറ്റുമോ, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? മറ്റേ 24ന്റെ വാച്ച് ഉണ്ടായിരുന്നെങ്കിൽ, സൂര്യയുടെ വാച്ച് ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് പോയിട്ട് തിരിച്ച് വരായിരുന്നു. അല്ല ദൈവം തമ്പുരാൻ അറിയാം, അല്ലെങ്കിൽ അവർക്കും അറിയാം. നമുക്കൊന്നും അറിയത്തില്ല. സോ നമുക്കത് പ്രിപ്പയർ ചെയ്യാം. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന ചാപ്റ്റർ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതെനിക്ക് ഇതാണെന്ന് തോന്നുന്നല്ലേ, ഡീലർ മാർക്സ് ആൻഡ് ആർട്ടിക്കിൾ. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടല്ലേ. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസും ഡിസ്കൗണ്ടിന്റെ ക്വസ്റ്റ്യൻ ആയി കൊണ്ടുവന്നിരിക്കുന്നത്. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. അത്യാവശ്യം കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. കാര്യം നല്ല ലെവലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒരുപാട് കൺസെപ്റ്റുകളുണ്ട്. ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡും കാണിച്ചിട്ട് നോക്കിക്കോ. എ ഡീലർ മാർക്സ് ആൻഡ് ആർട്ടിക്കിൾ 60% എബോവ് ദി കോസ്റ്റ് പ്രൈസ്. ആ ഒരു 60% നിങ്ങൾ വായിച്ചു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകത്തില്ല ആ 60% എന്താ, മാർക്കപ്പ് അല്ലേ, മാർക്കപ്പ് പെർസെൻറ്റേജ് അല്ലേ, ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഇനി പറയാണ് ആൻഡ് സെൽസ് ഇറ്റ് ടു എ കസ്റ്റമർ അലോവിങ് 2 സക്സസീവ് ഡിസ്കൗണ്ട് ഓഫ് 10% ആൻഡ് 20%. 10% 20% എന്ത് ചെയ്തു, 2 സക്സസീവ് ഡിസ്കൗണ്ട് കൊടുത്തു ഓൺ ദി മാർക്ക്ഡ് പ്രൈസ്. ഇഫ് ഹി ഗെയിൻസ് 1064 ഇൻ ദി ട്രാൻസാക്ഷൻ ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ദ ആർട്ടിക്കിൾ. അതല്ലേ കണ്ടുപിടിക്കണ്ടേ, വളരെ ഈസി അല്ലേ, നോക്കിക്കോ. അപ്പോൾ ഞാൻ ചെയ്യുന്ന മെത്തേഡ് കാണിച്ചു തരാം. കോസ്റ്റ് പ്രൈസ്, മാർക്ക്ഡ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ് എന്ന് എഴുതാം. സോ ഞാൻ ഓൾറെഡി അസ്യൂം ചെയ്യാണ് 100 ആണ് നമ്മുടെ സെല്ലിംഗ് പ്രൈസ്. അതിന് എത്ര മാർക്കപ്പ് കൊടുത്തു, 60% അല്ലേ മാർക്കപ്പ് ചെയ്തത്. എത്ര വരും, 160 വരത്തില്ലേ. ഇനി ഈ 160ൽ 2 സക്സസീവ് ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് സക്സസീവ് ഡിസ്കൗണ്ട് കണ്ടുപിടിക്കാൻ എല്ലാവർക്കും അറിയത്തില്ലേ, എക്സ് വൈ. ഇതാണ് 2 സക്സസീവ് ഡിസ്കൗണ്ട് എങ്കിൽ എന്താണ് എഫക്റ്റീവ് ഡിസ്കൗണ്ട് എത്ര, എക്സ് പ്ലസ് വൈ മൈനസ് എക്സ് വൈ ബൈ 100 അല്ലേ. സോ എന്ത് വരും, എക്സിന്റെ വാല്യൂ എത്ര, 10, വൈയുടെ വാല്യൂ എത്ര, 20. അപ്പോൾ ഇവിടെ എത്ര വരും, 30 മൈനസ് 10 × 20 എത്ര, 200 ഡിവൈഡ് ബൈ 100 വരത്തില്ലേ. 2 0 കട്ട് ചെയ്ത് കളഞ്ഞ് എത്ര വരും, 28% എന്ന് വരും. അങ്ങനെയെങ്കിൽ എന്താണ് നമ്മുടെ സെല്ലിംഗ് പ്രൈസ്, 160 ഇൻറ്റു 28% ഡിസ്കൗണ്ട് കൊടുത്തു. ബാക്കി എത്ര, 72 അല്ലേ ഉള്ളൂ. അപ്പോൾ 72% എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അതായത് ഈ 0 കട്ട് ചെയ്ത് കളയാം. ബാക്കി എന്താ, 7.2 ഇൻറ്റു 16 ചെയ്താൽ പോരെ. കാര്യം ഈ 0 ഉള്ളതുകൊണ്ട് നമുക്ക് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7.2 എത്ര വരണം, 07 12 ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര, 7 42 4 44 2 5 7 4 11 എത്ര വരണം, അതിൻ്റെ എസ് പിയുടെ വാല്യൂ 115.2 എന്ന് നമുക്ക് കിട്ടി. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഓവറോൾ പ്രോഫിറ്റ് എത്ര, ഓവറോൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ സി പി എസ് പി അല്ലേ. ഇനി ഇവർ തമ്മിലുള്ള കണക്ഷൻ അല്ലേ നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ സി പി എസ് പി എത്ര ഓവറോൾ പ്രോഫിറ്റ് വന്നിരിക്കുന്നത്, പായില്ലേ 1064. ഇവിടെ എത്ര നമുക്ക് നമ്മുടെ പെർസെൻറ്റേജിന് വാല്യൂ എത്ര കിട്ടിയിരിക്കുന്നത്, 15.2% വാല്യൂ ആണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്, 1064. അങ്ങനെയെങ്കിൽ പറഞ്ഞേ 1%ന്റെ വാല്യൂ എത്ര, 1064 ഡിവൈഡഡ് ബൈ 15.2 അല്ലേ. എത്ര ടൈംസാ, 7 ടൈംസ് അല്ലേ. അതായത് 152 × 7 ആണ് 1067. അപ്പോൾ എത്ര വരണം, ഇവിടെ ഒരു പോയിന്റ് ഇല്ലേ. അപ്പോൾ എത്ര ടൈംസ് ആയിരിക്കും, 70 ടൈംസ് അല്ലേ. അതായത് എത്ര കിട്ടി, 700 എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ 70 എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ നമുക്ക് എത്ര കിട്ടാം, 100%. നമുക്ക് കോസ്റ്റ് പ്രൈസ് എല്ലാം കണ്ടുപിടിക്കണ്ടേ. കോസ്റ്റ് പ്രൈസ് എത്ര ആയിരിക്കും, 70 × 100 ദാറ്റ് ഈസ് 7000 അല്ലേ. ഏതാ ഓപ്ഷൻ, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. സോ എങ്ങനെയാ ചെയ്തതെന്ന് മനസ്സിലല്ലേ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആദ്യമായിട്ട് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും ഈ കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും ഡിസ്കൗണ്ടും എല്ലാം ഈ ഒരൊറ്റ ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ചുമ്മാ ഞാനിവിടെ വന്നിട്ട് കോസ്റ്റ് പ്രൈസ് ഇതാണ്, മാർക്ക് പ്രൈസ് ഇതാണ്, ഇങ്ങനെയാണ് വന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നോക്കിയിട്ട് പിന്നെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ല. അതിനെക്കാട്ടും നല്ലത് ആ ഒരു ഫിഗർ നോക്കുമ്പോൾ ഓക്കെ ഇതാണ് കോസ്റ്റ് പ്രൈസ്, ഇതാണ് മാർക്ക് പ്രൈസ്, ഇതാണ് സെല്ലിംഗ് പ്രൈസ്. സോ അതിനെന്ത് ചെയ്യണം, നമ്മൾ 60% മാർക്കപ്പ് കൊടുത്തു, 28% ഡിസ്കൗണ്ട്, എഫക്റ്റീവ് ഡിസ്കൗണ്ട് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എസ് പി കിട്ടി. അപ്പോൾ നമുക്ക് സി പി എസ് പി കൂടെ കമ്പയർ ചെയ്യാൻ പറ്റും. അവിടെ നമുക്ക് പ്രോഫിറ്റ് എടുക്കാം. നമുക്ക് ആക്ച്വൽ വാല്യൂ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, ഇക്വേറ്റ് ചെയ്യാം. അതിൽ നിന്ന് കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാം. എന്ത് സിമ്പിളാണ്. അപ്പോൾ ഇതാണ് ആക്ച്വലി നമ്മൾ പഠിക്കേണ്ട രീതി എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റൻ നോക്കാം. അപ്പോൾ ഇതൊക്കെ സത്യം പറഞ്ഞാൽ നല്ല അടിപൊളി ക്വസ്റ്റൻ ആണ്. ഇനി നമുക്ക് ഈ ഒരു ലെവൽ ഓഫ് ക്വസ്റ്റൻസ് പ്രതീക്ഷിക്കാം. ഇതൊക്കെ മേലെ ക്വസ്റ്റൻ ഉണ്ടോ, ഹാർഡ് ലെവൽ ക്വസ്റ്റൻ വരോ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം നല്ല ലെവൽ ക്വസ്റ്റൻ ആണ്. നമുക്കിനി അടുത്ത ക്വസ്റ്റനോട്ട് പോകാം. അടുത്ത ഏത് ചാപ്റ്ററാണ് നിങ്ങൾ പറഞ്ഞേ, ടൈം ആൻഡ് വർക്ക് ആണല്ലേ. അപ്പോൾ ടൈം ആൻഡ് വർക്കിൽ നിന്ന് നമുക്കൊരു നല്ലൊരു വെടിക്കെട്ട് അല്ലെങ്കിൽ ഒരു തീപ്പൊരി ക്വസ്റ്റ്യൻ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഞാൻ നോർമൽ ടൈം ആൻഡ് വർക്കിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അല്ല. ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ബിഫോർ കംപ്ലീഷൻ ഓഫ് ദ വർക്ക്, ഞാൻ എഗെയിൻ പറയാണ്, ഓരോ ചാപ്റ്ററിലും ഓരോ സബ് ടോപ്പിക് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ബിഫോർ കംപ്ലീഷൻ ഓഫ് ദ വർക്ക് എന്ന് പറഞ്ഞൊരു സബ് ടോപ്പിക് ആണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക സബ് ടൈപ്പ് ആണ്. സോ നമ്മൾ അതും പഠിക്കണം. സോ അതിലൊരു ക്വസ്റ്റ്യൻ ആണ് ഈ കൊണ്ടുവന്നിരിക്കുന്നത്. നോക്കിക്കോ, ഇവിടെ തന്നിരിക്കുന്നത് എന്താ, എ
ബി സി 3 പേരുണ്ട്. അവരെന്ത് ചെയ്തു, ഒരു വർക്ക് ഏറ്റെടുത്തു. അപ്പം ക്യാൻ ഡു എ വർക്ക് സെപ്പറേറ്റ്ലി ഇൻ 18, 36, 54 ഡേയ്സ്. അതായത് ടോട്ടൽ വർക്ക് ഇൻഡിവിജ്വൽ ഡേയ്സ് ആണ് തന്നിരിക്കുന്നത്. ടോട്ടൽ വർക്ക് ചെയ്യാൻ എടുക്കുന്ന ഇൻഡിവിജ്വൽ ഡേയ്സ്. ദേ സ്റ്റാർട്ടഡ് വർക്ക് ടുഗദർ ബട്ട് ബി ആൻഡ് സി ലെഫ്റ്റ് 5 days and 10 days റെസ്പെക്റ്റീവ്ലി ബിഫോർ കംപ്ലീഷൻ ഓഫ് ദ വർക്ക്. ആഫ്റ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ പറ്റും. ഓരോ ദിവസം കഴിഞ്ഞു എയും ബിയും സ്റ്റാർട്ട് ചെയ്തു. ആഫ്റ്റർ ഇത്ര ദിവസം കഴിയുമ്പോൾ ബി പോയി, ബാക്കി വർക്ക് എയും ബിയും ചെയ്യണം. അതിനുശേഷം സി മാത്രം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വർക്ക് റിമൈനിങ് വർക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്യുക, അല്ലെങ്കിൽ ടോട്ടൽ വർക്ക് എത്ര ദിവസം, അത് ചെയ്യാൻ എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ബിഫോർ കംപ്ലീഷൻ ഓഫ് ദ വർക്ക് എങ്ങനെ ചെയ്യാം? നിങ്ങൾ ഇവിടെ നോക്കിക്കോ. നമുക്ക് ആദ്യം തന്നിരിക്കുന്ന ഡേറ്റാസ് ഒന്ന് എഴുതുക. എ ആണെങ്കിൽ എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം വർക്ക്? 18 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. ബി ആണെങ്കിലോ 36 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. സി ആണെങ്കിലോ 54 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. പറഞ്ഞോ, ഇവിടുത്തെ LCM എത്ര കിട്ടിയിരിക്കുന്നത്? LCM എത്ര ഇവിടെ വരുന്ന LCM എത്ര? 54ന്റെ മൾട്ടിപ്പിൾസ് ചെക്ക് ചെയ്താൽ പോരെ? നമ്മുടെ പഴയ കൺവെൻഷണൽ മെത്തേഡ് നോക്കണോ? 54 × 1 54 വന്നു. 18 അടങ്ങും. 36 അടങ്ങുമോ? ഇല്ല. 54 × 2 108 വന്നു. 18 6 തവണ 36 3 തവണ. സോ ഡെഫിനറ്റ്ലി അടങ്ങത്തില്ല. സോ LCM എത്ര വന്നിരിക്കുന്നത്? 108 ആണ് വന്നിരിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ ടോട്ടൽ വർക്ക്. അങ്ങനെയെങ്കിൽ എഫിഷ്യൻസി കണ്ടുപിടിച്ചൂടെ? പറ. 18 × 6 അല്ലേ 108, പിന്നെ 36 × 3 അല്ലേ 108, 54 × 2 അല്ലേ 108. സോ അവരുടെ എഫിഷ്യൻസി കിട്ടിയില്ലേ? എന്താ എഫിഷ്യൻസി? പെർ ഡേ വർക്ക്. എക്ക് ഒരു ദിവസം ചെയ്യാൻ പറ്റുന്ന വർക്ക്, ബിക്ക് ഒരു ദിവസം ചെയ്യാൻ പറ്റുന്ന വർക്ക്, സിക്ക് ഒരു ദിവസം ചെയ്യാൻ പറ്റുന്ന വർക്ക്. ഇതാണ് പെർ ഡേ വർക്ക് എന്ന് പറഞ്ഞാൽ. അങ്ങനെയെങ്കിൽ നമുക്ക് തുടങ്ങാം. നോക്കിക്കോ. പക്ഷേ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് കംപ്ലീഷന് മുന്നേ ബി എന്ത് ചെയ്തു? 5 ദിവസം മുന്നേ ബി അങ്ങ് ലെഫ്റ്റ് ആയി. സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ 5 ദിവസം കൂടെ ബി ഉണ്ടായിരുന്നെങ്കിൽ ബി ആ ഒരു വർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോയതില്ലേ? ബി ഇല്ലാത്തതുകൊണ്ടല്ലേ അയാൾ അവിടെ വർക്ക് ചെയ്യാത്തത്? അപ്പൊ നമ്മൾ അസ്യൂം ചെയ്യണം, സപ്പോസ് ആ ഒരു ദിവസം, ആ ഒരു 5 ദിവസം ബി ഉണ്ടായിരുന്നെങ്കിൽ ബി എത്ര വർക്ക് ചെയ്തേനെ? ബി 5 ദിവസം ഉണ്ടായിരുന്നുവെങ്കിൽ ബിയുടെ ഒരു ദിവസത്തെ വർക്ക് എത്ര? 3 അല്ലേ? അപ്പൊ 5 ദിവസം ബി എത്ര വർക്ക് ചെയ്യും? 15 വർക്ക് ചെയ്യും. അതായത് ബി ഉണ്ടായിരുന്നുവെങ്കിൽ, അങ്ങനെ ആലോചിക്കണം, ബി ഉണ്ടായിരുന്നുവെങ്കിൽ ബി ആ 5 ദിവസം, ബിയുടെ ഒരു ദിവസത്തെ വർക്ക് 3 ആണെങ്കിൽ 5 ദിവസം 15 വർക്ക് ചെയ്തേനെ. സിമിലർലി ബി മാത്രമാണോ പോയത്? സിയും പോയില്ലേ? ബി ഉണ്ടായിരുന്നുവെങ്കിൽ, സോറി സിയും ആ ഒരു 10 ദിവസം ഉണ്ടായിരുന്നുവെങ്കിൽ സിയുടെ എഫിഷ്യൻസി എത്ര? 2 അല്ലേ? അപ്പോൾ 10 × 2 20 വർക്ക് ചെയ്തേനെ. അങ്ങനെയെങ്കിൽ ബിയും സിയും അത്രയും ദിവസം ഉണ്ടായിരുന്നുവെങ്കിൽ എത്ര വർക്ക് ചെയ്തേനെ? 15 + 20 എത്ര വരും? 35 വർക്ക് അവർ കംപ്ലീറ്റ് ചെയ്യണേ. അതിന്റെ അർത്ഥം എന്താ? ഈ 108 പോരാ, 108 കൂടാതെ അവരുണ്ടായിരുന്നെങ്കിൽ എക്സ്ട്രാ എത്ര വർക്ക് ചെയ്യും? 35 വർക്കും കൂടെ എക്സ്ട്രാ ചെയ്തേനെ. അങ്ങനെ ടോട്ടൽ വർക്ക് എന്തായി മാറി? 108 × 5 13 അല്ലേ? 143 വർക്ക് എക്സ്ട്രാ ചെയ്തേനെ. സോ അങ്ങനെയെങ്കിൽ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? അതെന്ത് ചെയ്താൽ മതി? അതിനുള്ള ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ വർക്ക് 143 ഡിവൈഡഡ് ബൈ അവരുടെ ടോട്ടൽ എഫിഷ്യൻസി എത്ര? 6 + 3 + 2 എത്ര? 11 അല്ലേ? 143/11 അല്ലേ? 11 അല്ലേ? 6 3 9 2 12 എത്ര ടൈംസാ? 13 ഡേയ്സ് കൊണ്ട് അവർ ഫിനിഷ് ചെയ്തത്. മനസ്സിലായോ എങ്ങനെ ഇത് ചെയ്തതെന്ന്? ബിഫോർ കംപ്ലീഷൻ ഓഫ് ദ വർക്ക് ആണെങ്കിൽ നമ്മൾ ആ ദിവസം അവർ ഉണ്ടായിരുന്നെങ്കിൽ എത്ര വർക്ക് ചെയ്തേനെ? അത് എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിരിക്കുന്ന വർക്കിൻ്റെ കൂടെ ആഡ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ പരിപാടി. സോ ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ നമ്പർ എ ആണ് ആൻസർ. സോ ഇത് മനസ്സിലായില്ലേ? ടൈം ആൻഡ് വർക്കിന്റെ ബിഫോർ കംപ്ലീഷൻ ഓഫ് ദ വർക്ക് ടൈപ്പ്. സോ അപ്പം ഞാൻ ഇതാ പറയുന്നത്, നിങ്ങൾ ഓരോ ചാപ്റ്ററും പഠിക്കുമ്പം എഗെയിൻ ഞാൻ പറയുകയാണ്, നിങ്ങൾ ഇത് സബ് ടോപ്പിക്ക് മാർക്ക് ചെയ്യുക. അതിൻ്റെ പറ്റുന്നത്തോളം ഒരു 50 ക്വസ്റ്റ്യൻ പല ഡിഫിക്കൽറ്റി ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. എല്ലാവരും ചെയ്യണം. അത് ഇനിയും ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഇപ്പം 13-ാം തീയതി എക്സാമിന് മുന്നേ നിങ്ങൾ പറ്റുന്നത്തോളം എന്താ പറയുക, ഡെയിലി ഒരു 2 മോക്ക് അല്ലെങ്കിൽ ഒരു 3 മോക്കൊക്കെ എഴുതി അനാലിസിസ് ചെയ്യണം. നല്ല രീതിയിൽ അനാലിസിസ് ചെയ്യുക, നല്ല രീതിയിൽ റിവിഷൻ ചെയ്യുക, കറണ്ട് അഫെയർ ഒക്കെ റിവിഷൻ ചെയ്തു പോകാം. പിന്നെ അതുപോലെ നിങ്ങളുടെ ഷോർട്ട് നോട്ട്, എല്ലാവർക്കും ഷോർട്ട് നോട്ട് ഉണ്ടല്ലോ. അതായത് നമ്മൾ പഠിക്കുമ്പോൾ മോക്ക് എഴുതുമ്പോഴൊക്കെ കിട്ടുന്ന എക്സ്ട്രാ നോട്ട്സ് അല്ലെങ്കിൽ എക്സ്ട്രാ പോയിന്റ്സ്, നോളജുകളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക, സബ്ജക്റ്റ് വൈസ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതൊക്കെ റിവിഷൻ ചെയ്യുക. അതൊക്കെയാണ് ഇപ്പോൾ ചെയ്യേണ്ട സമയം. അല്ലാതെ നമ്മൾ ഈ എക്സാം മാറ്റുമോ അങ്ങനെയൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്താ പ്രശ്നം? നമുക്ക് പഠിച്ച് ജോലി വാങ്ങിക്കാം. പിന്നെ ചെയ്യുന്ന ക്വസ്റ്റ്യനിൽ, ഞാൻ ചെയ്തിരുന്ന ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചോദിക്കാം, കമൻറ്റ് ഇടുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും സ്പോട്ടിൽ ഞാൻ അതിൻ്റെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി എക്സ്ട്രാ ഡൗട്ട് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ചോദിച്ചോടാം. ഞാൻ അത് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ എന്ത് സിമ്പിളാണ്, പഠിക്കാൻ നിങ്ങൾക്ക് എല്ലാ ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അതൊക്കെ യൂട്ടിലൈസ് ചെയ്താൽ പോരെ. പണ്ടത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു? ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സിമ്പിൾ ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ, പക്ഷേ കാണുമ്പോൾ ഈസി അല്ലേ? ഞാൻ എന്തുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ഇട്ടെന്നറിയാം? ഞാൻ പറഞ്ഞു, നമുക്ക് പറഞ്ഞ 55% ഈസി ക്വസ്റ്റ്യൻസ് വരാം. അങ്ങനെയാണെങ്കിൽ അതിൽ ഞാൻ കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ അല്ലെങ്കിൽ കഴിഞ്ഞ എക്സാമിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയപ്പോൾ കുറച്ചുകൂടെ കൺസെപ്ച്വൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ടുണ്ട്. അത് ബേസിക് അറിയാവുന്നവന് കയറി പോട്ടെ, അല്ലെങ്കിൽ ബേസിക് അറിയാവുന്നവന്മാർ മാത്രം കയറി പോട്ടെ എന്നുള്ളൊരു ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ ഒക്കെ ഞാൻ കണ്ടു. അങ്ങനെയെങ്കിൽ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു PRT/100 ഇട്ട് ചെയ്യാൻ പറ്റും.
അത് ചെയ്യാൻ പറ്റും, കാര്യം എന്താ? പക്ഷേ ഇത് എഴുതണ്ടേ, ഇത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് കണ്ടുപിടിച്ച് അത്രയും സമയമൊക്കെ എന്തിനാ കളയുന്നത്? നോക്ക്, ഞാൻ ആയുധം താഴെ വെച്ചു. നമുക്കിതൊക്കെ ഒറ്റ എന്താ പറയുക, നമുക്ക് പെൻ ആൻഡ് പേപ്പറിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇവിടെ നോക്കിക്കോ, ഇതിന്റെ കൺസെപ്റ്റ് അറിയാം. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. സം ഈസ് 5/8 ഓഫ് ദി പ്രിൻസിപ്പൽ ഫോർ 10 years. വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ദി ഇൻട്രസ്റ്റ് പെർ ആനം അല്ലേ? ഇവിടെ നോക്കിക്കോ, എന്താ റേറ്റ് പെർസെൻറ്റേജിന്റെ ഡെഫിനിഷൻ? പെർ ഇയർലി ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് ഡിവൈഡ് ബൈ പ്രിൻസിപ്പൾ അല്ലേ? അപ്പോൾ ഇവിടെ എത്ര വർഷത്തെയാ? 10 വർഷത്തെ അല്ലേ? നിങ്ങൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ തന്നിരിക്കുന്ന ആ ഒരു ഫ്രാക്ഷൻ നോക്കിക്കേ. സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ എ സം ഈസ് 5/8 ഓഫ് ദി പ്രിൻസിപ്പൽ ഫോർ 10 years എന്നല്ലേ? അതായത് 8 നമ്മുടെ പ്രിൻസിപ്പൽ, അതിൽ 5 നമ്മുടെ എന്തെന്ന് പറഞ്ഞത്? സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞത്. പക്ഷേ ഈ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര വർഷത്തേക്കാ? 10 വർഷത്തേക്കല്ലേ? അപ്പോൾ നമുക്ക് പെർ ഇയറിലെ കണ്ടുപിടിച്ചാലേ നമുക്ക് കാര്യം നടക്കത്തുള്ളൂ. പറഞ്ഞോ 10 yearsൽ നമ്മുടെ ഇൻട്രസ്റ്റ് എത്ര? സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര? നമുക്ക് കിട്ടിയിരിക്കുന്ന 5 യൂണിറ്റ് ആണ്. സോ 1 ഇയറിലെ കാണണ്ടേ? 1 ഇയറിലെ ഇൻട്രസ്റ്റ് ഡിവൈഡ് ബൈ പ്രിൻസിപ്പൽ ഇൻറ്റു 100 അല്ലേ നമ്മുടെ റേറ്റ് പെർസെൻറ്റേജ്? സോ 1 ഇയറിൽ എത്ര വരും? 5/10 = 1/2 എന്ന് വന്നില്ലേ? സോ അങ്ങനെയെങ്കിൽ റേറ്റ് പെർസെൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കാം? 1/2 1 ഇയറിലെ ഡിവൈഡ് ബൈ പ്രിൻസിപ്പൽ എത്ര? നമ്മുടെ 8 അല്ലേ? ഇൻറ്റു 100 ചെയ്താൽ പോരെ? എത്ര വരും? 1/16 ഇൻറ്റു 100 ചെയ്താൽ എത്ര? നമുക്കറിയത്തില്ല, ഫ്രാക്ഷൻ ഒക്കെ പഠിച്ചില്ല. എത്ര വരും? 6.25% ആൻസർ കിട്ടും. അതുകൊണ്ട് എന്തെങ്കിലും ഇക്വേഷൻ യൂസ് ചെയ്തോ. ആക്ച്വലി ഇത് ചെയ്യാൻ നമുക്ക് പേനയും പേപ്പറൊന്നും വേണ്ട, ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്ത് കാണിച്ചതേ ഉള്ളൂ. നമുക്കറിയാം 10 വർഷത്തേക്ക് 5 ഇവിടുത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ്. അങ്ങനെയെങ്കിൽ ഒരു വർഷത്തേക്ക് എത്ര? 5/10 1/2 വരത്തില്ലേ? പിന്നെ പ്രിൻസിപ്പൾ അവിടെ എത്ര? 8 ആണല്ലോ. അപ്പം 1/2 ഡിവൈഡ് ബൈ 8 ഫ്രാക്ഷൻ അല്ലേ? താഴെ വരത്തില്ലേ? 2ന്റെ വാല്യൂ താഴെ വരുമ്പോൾ 1/60 വരും. 1/60% അല്ലെങ്കിൽ അതിന്റെ ഫ്രാക്ഷനെ പെർസെൻറ്റേജ് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്ര വരും? 6.25% അല്ലേ? എല്ലാവരും സ്റ്റാൻഡേർഡ് ഫ്രാക്ഷൻ ഒക്കെ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ടല്ലോ. വളരെ ഈസി അല്ലേ? ഇത് എത്ര മിനിറ്റ് എത്ര സെക്കൻഡ് വേണം ഈ ക്വസ്റ്റൻ ചെയ്യാൻ? പെട്ടെന്ന് ചെയ്തുകൂടെ? അപ്പം ഇക്വേഷൻ ഒന്നും വെച്ച് ചെയ്യല്ലേ ആരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ബോട്ട്സ് ആൻഡ് സ്ട്രീംസിൽ നല്ലൊരു ഹെവി ക്വസ്റ്റ്യൻ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പറയുന്നില്ലേ, നമുക്കെല്ലാം പ്രതീക്ഷ വേണം. ഇനി ടഫ് വന്നാലും നമ്മൾ എഴുതണം. ടഫിന് മേൽ അതുക്കുമേൽ, അതാണ് പറഞ്ഞത്, അതുക്കുമേൽ ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ ചെയ്യണം. ഒന്നും നമ്മളെല്ലാം ഫേസ് ചെയ്യാൻ റെഡി ആയിരിക്കണം. അല്ലാതെ ഈസി മാത്രമേ വരൂ, അല്ലെങ്കിൽ ഈസി ടു ആവറേജ് മാത്രമേ വരൂ, അങ്ങനെയൊന്നും പ്രതീക്ഷ പോകണ്ട. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്നൊക്കെ പറഞ്ഞ പോലെ, എല്ലാം എഡ്യൂക്കേറ്റഡ് കരങ്ങളിൽ നിന്ന് പറഞ്ഞ പോലെ നമ്മളത് ഒന്നും പ്രതീക്ഷിക്കണ്ട. നമുക്ക് എന്താണോ വരുന്നത് അവിടെ ചെന്ന് അംഗം അല്ലേ നമ്മൾ ഫേസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ബോട്ട്സ് ആൻഡ് സ്ട്രീംസിലെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ ബോട്ട് കവേഴ്സ് 160 കിലോമീറ്റർ ഡൗൺ സ്ട്രീം ആൻഡ് 112 കിലോമീറ്റർ അപ് സ്ട്രീം ഇൻ 12 hours ആൻഡ് ദ റേഷ്യോ ഓഫ് ദി സ്പീഡ് ഓഫ് ദ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ ടു ദി സ്പീഡ് ഓഫ് ദി സ്ട്രീം ഈസ് 3:1. അപ്പം ഞാൻ ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾ കണ്ടോ, ഒരു സ്പെഷ്യൽ മെത്തേഡാണ് USST എന്ന് പറയും. USST എന്താ? യു എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അപ് സ്ട്രീം, ഡി എന്ന് പറഞ്ഞാൽ എന്താ? ഡൗൺ സ്ട്രീം. ഈ ഫസ്റ്റ് എസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പീഡ് ഓഫ് ദി സ്ട്രീം ആൻഡ് സെക്കൻഡ് എസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പീഡ് ഓഫ് ദ ബോട്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് USST. ഇതെന്ന് പറഞ്ഞാൽ സ്പീഡിൻ്റെ റേഷ്യോ, ടൈമിൻ്റെ റേഷ്യോ. അത് റേഷ്യോ വെച്ച് എന്ത് പരിപാടി ഉണ്ടെങ്കിലും നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇനി വേരിയബിൾ ആണെങ്കിലോ അതും നടക്കും, ഒരു പ്രശ്നവുമില്ല. നോക്കാം, ഇവിടെ തന്നിരിക്കുന്ന റേഷ്യോ എന്താ? ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ ടു ദി സ്പീഡ് ഓഫ് ദി സ്ട്രീം തന്നിട്ടുണ്ട്, റേഷ്യോ തന്നിട്ടുണ്ട് 3:1. ഇവിടെ എത്ര? ബോട്ടിൻ്റെ റേഷ്യോ 3 ആണ്. ദ സ്പീഡ് ഓഫ് ദി സ്ട്രീം എത്ര? 1 അല്ലേ? നമുക്ക് ബോട്ടും ഉണ്ട് സ്ട്രീമും ഉണ്ട്. അതിൽ നിന്ന് ഡൗൺ സ്ട്രീം കണ്ടുപിടിച്ചാൽ എന്ത് ചെയ്താൽ മതി? രണ്ടും കൂടെ ആഡ് ചെയ്താൽ പോരെ? 4 വരും. ഇനി അപ് സ്ട്രീം ആണെങ്കിലോ 3 - 1 2 വരും. സോ റേഷ്യോ കിട്ടിയില്ലേ? 2:1:3 എന്ന് കിട്ടി. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് ആക്ച്വൽ വാല്യൂ ആയിട്ടാണ് നമുക്ക് അടി ഉണ്ടാക്കേണ്ടത് അല്ലേ? ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ബോട്ട് കവേഴ്സ് 160 കിലോമീറ്റർ ഡൗൺ സ്ട്രീം ആൻഡ് 112 കിലോമീറ്റർ അപ് സ്ട്രീം ഇൻ 12 hours. അപ്പോൾ നമുക്ക് എഴുതിക്കൂടെ? 160 കിലോമീറ്റർ ഡൗൺ സ്ട്രീമിന് പോകാൻ എടുത്തിരിക്കുന്ന ടൈം എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ ഡിസ്റ്റൻസ് 160 അല്ലേ, ഡിവൈഡഡ് ബൈ ഡൗൺ സ്ട്രീമിന് പോകാൻ എടുത്തിരിക്കുന്ന സ്പീഡ്. ഇവിടെ എത്ര? റേഷ്യോ അല്ലേ? അപ്പോൾ നമുക്ക് ജസ്റ്റ് എക്സ് ഇട്ട് കൊടുക്കാം, കാര്യം മനസ്സിലാവാൻ വേണ്ടി. നോക്കിയോ, എക്സ് ഇട്ട് കൊടുക്കാം. കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു കുറച്ചുകൂടെ ലെവൽ കൂടി ക്വസ്റ്റൻസാണ്. അപ്പോൾ നമുക്ക് ആദ്യം കയറി ഈ ക്വസ്റ്റൻ ഒന്നും ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല, ഒരു മനുഷ്യനും ചെയ്യത്തില്ല. ബുദ്ധിയുള്ള ആരും ചെയ്യുമോ? ഫസ്റ്റ് ഈ ക്വസ്റ്റൻ ആണെങ്കിൽ ചാടി കയറി എടുക്കുമോ? ഒരിക്കലും ഇല്ല. ഒരു റൗണ്ട് സ്കാൻ ചെയ്യണം, ഈസി ക്വസ്റ്റൻസ്. ഫസ്റ്റ് സ്കാനിൽ ഈസി ക്വസ്റ്റൻസ് ചെയ്യുക, സെക്കൻഡ് സ്കാനിൽ നമുക്ക് അറിയാവുന്ന ക്വസ്റ്റൻസ് ഓക്കെ കുറച്ചുകൂടെ സമയം എടുത്താൽ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം മാർക്ക് റിവ്യൂ കൊടുക്കുമല്ലോ. അതിനുശേഷം അത് ചെയ്യുക. ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? സമയം വെക്കണം. ആ ഒരു ലെവലിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് സ്പീഡ് ഇമ്പ്രൂവ് ആക്കിയാൽ മാത്രമല്ല ഈ ക്വസ്റ്റൻ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അന്നേരം നമുക്ക് ഈ വേരിയബിൾ ഒക്കെ വരുന്ന ക്വസ്റ്റൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. നോക്കിക്കോ, 160 ഡിവൈഡ് ബൈ ഡൗൺ സ്ട്രീം സ്പീഡ് എത്ര? 4x അല്ലേ, പ്ലസ് ടോട്ടൽ ടൈം ആണ് ഈ 12 hour എന്ന് പറഞ്ഞാൽ 160 കിലോമീറ്റർ ഡൗൺ സ്ട്രീമിനും 112 കിലോമീറ്റർ അപ് സ്ട്രീമിന് പോകാൻ എടുത്തിരിക്കുന്ന ടോട്ടൽ ടൈമാണ് 12 hour. സോ അങ്ങനെയെങ്കിൽ ഇവിടെ അപ് സ്ട്രീമിന്റെ ഇതെത്ര ഡിസ്റ്റൻസ് വന്നിരിക്കുന്നത്? 112 കിലോമീറ്റർ അല്ലേ, ഡിവൈഡഡ് ബൈ എത്ര? 2x അല്ലേ അപ് സ്ട്രീമിന്റെ റേഷ്യോ. 2x = 12 എന്ന് കിട്ടിയില്ലേ? 12 hour അല്ലേ. നമുക്ക് ഈ 4 കൊണ്ട് ഇതിനെ കട്ട് ചെയ്ത് എത്ര വരും? 14 വരും. 2 കൊണ്ട് കട്ട് ചെയ്ത് ഇവിടെ എത്ര വരും? 56 വരത്തില്ലേ? ബേസ് സെയിം അല്ലേ? 1/x ഇൻറ്റു 40 + 56 എത്ര? 96 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 8. സോ അതിൽ നമുക്ക് എക്സിന്റെ വാല്യൂ എത്ര കിട്ടി?
12 × 8 അല്ലേ 96. അപ്പോൾ എക്സിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 8 നീട്ടിയില്ലേ? ഇനി എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇഫ് ദ സ്പീഡ് ഓഫ് ദ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 25%, നിങ്ങൾ ആലോചിച്ച് നോക്കിയും ഇവിടെ സ്പീഡ് ഓഫ് ദ ബോട്ട് ഇനിഷ്യലി എത്ര? എക്സിന്റെ വാല്യൂ 8 കൊടുക്കുമ്പോൾ 24 കിട്ടി. സ്പീഡ് ഓഫ് ദ സ്ട്രീം ഇനിഷ്യലി എത്ര? എക്സിന്റെ വാല്യൂ 8 എന്നല്ല, അപ്പോൾ 24 8 കിട്ടി. പക്ഷേ എന്ത് സംഭവിച്ചു? ഈ സ്പീഡ് ഓഫ് ദ ബോട്ട് എത്ര ഇൻക്രീസ് ആയി? 25% ഇൻക്രീസ് ആയി. 25%ന്റെ ഫ്രാക്ഷൻ എത്ര? 1/4. ഈ 1/4 ഇനി ഇൻക്രീസ് ആയി എത്ര? 5/4 ആയില്ലേ? അപ്പോൾ 24 × 5/4 ചെയ്യുമ്പോൾ എത്ര വരും? 24 × 5/4 ചെയ്താൽ 30 വരത്തില്ല, നമുക്ക് വരുമല്ലോ. 30 ആയി പുതിയ ബോട്ടിന്റെ സ്പീഡ്. സ്ട്രീമിന്റെ സ്പീഡിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? ഒരു ചേഞ്ചും ഇല്ല. അങ്ങനെയെങ്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? ഫൈൻഡ് ദ ന്യൂ ഡൗൺ സ്ട്രീം സ്പീഡ് ഓഫ് ദ ബോട്ട്. ഡൗൺ സ്ട്രീം സ്പീഡ് അല്ല കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാം? ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ദ ബോട്ട് എക്സ് പ്ലസ് സ്പീഡ് ഓഫ് ദ സ്ട്രീം അല്ലേ? അപ്പോൾ എത്ര വരും? 30 + 8 എത്ര? ആൻസർ 38 ആണ് നമ്മുടെ ആൻസർ. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ ബി ആണ് ആൻസർ. എനിക്ക് തോന്നുന്നു എല്ലാ ഓപ്ഷനും ബി ആണല്ലേ. സോ അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റിന്റെ ഓപ്ഷൻ ബി ആകുമോ എന്ന് പറഞ്ഞ് നിങ്ങളൊന്നും കറക്കി കുത്തല്ലേ. സോ ഓപ്ഷൻ്റെ ഏതാ? ഓപ്ഷൻ ബി ആണ്. ഇപ്പോൾ കൺസെപ്റ്റ് കാര്യം മനസ്സിലായില്ലേ? USST വെച്ച് എങ്ങനെ ചെയ്യുന്നത് കാണിച്ചു തന്നു. എന്ത് റേഷ്യോ വന്നാലും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. അടുത്ത ക്വസ്റ്റ്യൻ ഒരു വേരിയബിൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ ഇത്രയും ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ വരുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പം വന്നൂടെ, വരാം. അങ്ങനെ അല്ലെങ്കിൽ പക്ഷേ ഇവിടെ ഞാനൊരു ട്രിക്ക് കൊണ്ട് കാണിക്കാൻ വേണ്ടി ഇത്രയും വലിയൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഫുള്ള് ചെയ്യാതെ എങ്ങനെ ഓപ്ഷൻ ഇട്ട് ചെയ്യാം എന്നിവിടെ കാണിക്കാൻ വേണ്ടി ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്നത്. നോക്കിക്കോ, ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ? ദ ലെങ്ത് ഓഫ് ദ ട്രെയിൻ. അപ്പോൾ ഈ ട്രെയിൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ എന്ന് മനസ്സിലായി. ലെങ്ത് ഓഫ് ദ ട്രെയിൻ A and B is x - 140 meter and x meter respectively. Time taken by boat A to B to cross each other in opposite direction 35 seconds. സോ നമുക്ക് ആദ്യം അത് കണക്ട് ചെയ്യാം. നോക്കിക്കോ, ക്രോസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവരുടെ റിലേറ്റീവ് സ്പീഡ് എന്ത് ചെയ്യും? ആഡ് ആവത്തില്ലേ? റിലേറ്റീവ് സ്പീഡ് നമ്മൾ കണ്ടിട്ടില്ല, മറ്റേ ഇങ്ങനെ സ്പീഡിൽ പോകത്തില്ലേ? അത് വെച്ച് ഓർത്ത് വെച്ചാൽ മതി. കാര്യം ഈ ബോട്ട്സ് ആൻഡ് സ്ട്രീംസിൽ അപ് സ്ട്രീമും ഡൗൺ സ്ട്രീമും പഠിക്കുമ്പോൾ നിങ്ങൾക്ക് തിരിഞ്ഞു. ഞാൻ അങ്ങനെ ഈ അടുത്തിടയ്ക്ക് നമ്മുടെ ഇവിടെ ക്ലാസ് എടുക്കുമ്പോഴും അവരും പറയുന്നത്. സോ അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. അതെന്താ അതാ പറഞ്ഞത്, കൺസെപ്റ്റ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും തിരിഞ്ഞൊന്നും പോകത്തില്ല. അപ്പോൾ നമ്മൾ ചുമ്മാ ഇക്വേഷൻസ് ഡൗൺ സ്ട്രീം ബോട്ട് ഓഫ് ദ സ്പീഡ് ഓഫ് ദ ബോട്ട് പ്ലസ് സ്പീഡ് ഓഫ് ദ സ്ട്രീം എന്നിങ്ങനെ ഇല്ല തത്ത പറയും പോലെ കാണാൻ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഡൗട്ട് വരും. സോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നോക്കിക്കോ, ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? റിലേറ്റീവ് സ്പീഡ് നമുക്ക് കണ്ടുപിടിക്കാം. x - 140 അല്ലേ നമ്മുടെ ബോട്ട് ട്രെയിൻ എയുടേത്. അതേപോലെ ട്രെയിൻ ബിയുടെ ലെങ്ത് എത്ര? എക്സ് അല്ലേ? അവർ തമ്മിൽ എന്താ സംഭവിക്കുന്നത്? ക്രോസിംഗ് ഈച്ച് അതർ അല്ലേ? അപ്പോൾ സ്പീഡ് എത്ര വരും? നമുക്ക് റിലേറ്റീവ് സ്പീഡ് കണ്ടുപിടിച്ചോട്ടെ. 35 സെക്കൻഡിലല്ലേ ഇത് വരുന്നത്. അങ്ങനെയാണെങ്കിൽ S1 + S2 അല്ലേ അവിടെ റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ക്രോസ് ഈച്ച് അതർ അല്ലേ? അപ്പോൾ ഇത് എത്ര വരും ആൻസർ? x + x 2x - 140 / 35 = S1 + S2 എന്ന് കിട്ടില്ല. എന്താ? സ്പീഡ് ഓഫ് ദ ട്രെയിൻ. ബോട്ട് എന്നാ പറഞ്ഞല്ലേ, നമ്മളിപ്പോഴും ബോട്ട്സ് ആൻഡ് സ്ട്രീംസിൽ കിടക്കാണ്. അവിടെ നിന്നൊക്കെ മാറിയല്ലേ ഇങ്ങോട്ട് വായോ. അപ്പോൾ ഇവിടെ നമ്മൾ ട്രെയിൻ്റെ ആണ് എടുക്കുന്നത്. സ്പീഡ് ഓഫ് ദ ട്രെയിൻ 1 ആൻഡ് സ്പീഡ് ഓഫ് ദ ട്രെയിൻ 2ന്റെ ആ ഒരു ഇത് കിട്ടും. 2x - 145 35 കിട്ടും. ഇനി അടുത്ത എന്താ നമുക്ക് തന്നിരിക്കുന്നത് നോക്കിയേ. ഇഫ് ദ ടൈം ടേക്കൺ ബൈ A and B to cross two different poles 28 സെക്കൻഡ് ആൻഡ് 42 സെക്കൻഡ് അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. സ്പീഡ് ഓഫ് ദ അഗെയിൻ ബോട്ട് അല്ലേ? സ്പീഡ് ഓഫ് ദ ട്രെയിൻ എന്താ? ഒന്നാമത്തെ ട്രെയിനിന്റെ കണ്ടുപിടിച്ചോടെ. എന്താ അതിന്റെ ലെങ്ത് എത്ര? 140 x - 140 ഡിവൈഡഡ് ബൈ എത്ര സെക്കൻഡ് കൊണ്ട് ആ പോൾ ക്രോസ് ചെയ്തേ? 28 അല്ലേ? ആൻഡ് S2ന്റെ വാല്യൂ എത്ര? x / 42. ഇത്രയും കാണുമ്പോഴേ നിങ്ങൾ മടുക്കുമല്ലേ. കാര്യം എന്ന് പറഞ്ഞാൽ എന്താ? എക്സും വേരിയബിളും ഇതൊന്നും വരത്തില്ല. ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത്? ഇതൊക്കെ വരും. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഹാർഡ് ലെവൽ ക്വസ്റ്റ്യൻസിനകത്ത് നമുക്കറിയത്തില്ല. നമ്മളൊക്കെ ഈ ഒരു പറഞ്ഞിരിക്കുന്ന ഫേസ് ചെയ്യാൻ പോകുന്ന കാര്യമല്ലേ. ഞാൻ പറഞ്ഞില്ലേ TCS അല്ലല്ലോ, നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. സോ നോക്കി ഇതെങ്ങനെ സോൾവ് ചെയ്യാം? 2x - 140 ഡിവൈഡഡ് ബൈ 35 = S1ന് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട്? ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? x - 140 ഡിവൈഡഡ് ബൈ 28 പ്ലസ് S2ന്റെ വാല്യൂ എത്ര? x / 48. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ വാല്യൂ ഓഫ് x അല്ലേ? വളരെ ഈസി ആയിട്ട് കണ്ടുപിടിച്ചൂടെ? നമുക്ക് ഇനി ഇതിരുന്ന് സോൾവ് ചെയ്യണോ? നമ്മൾ ഇതിരുന്ന് സോൾവ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്കില്ല ഫൈനൽ ബെല്ലടിക്കും. ഇറങ്ങിക്കോ എന്ന് പറഞ്ഞ് നമ്മുടെ എന്താ പറയുക വർക്ക്ഷീറ്റൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകും. സോ അങ്ങനെ ചെയ്യരുത്, അത്രയും സമയം കളയരുത്. നോക്കിക്കോ, നമുക്കിതിനെ എല്ലാം 7 കൊണ്ട് കട്ട് ചെയ്തുകൂടെ? 5 ടൈംസ് ആണ്. ഇവിടെ എത്ര വരും? 4 ടൈംസ് ആൻഡ് 6 ടൈംസ് അല്ലേ? നിങ്ങൾ ഇവിടെ നോക്കി. സപ്പോസ് ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം. ഈ 2x - 140 ഡിവൈഡഡ് ബൈ 5നെ നമുക്ക് എങ്ങനെ എഴുതാം? 2x ഡിവൈഡഡ് ബൈ 5 - 140 ഡിവൈഡഡ് ബൈ 5 എന്ന് എഴുതിക്കൂടെ? അതിൻ്റെ അർത്ഥം എന്താ? ഈ എക്സിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുപോലാണെങ്കിൽ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. x - 140/4 ചെയ്യുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എക്സിനെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? എക്സിനെ നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 6 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയെങ്കിൽ എക്സിന് എന്താ 5 കൊണ്ടും 4 കൊണ്ടും 6 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവരുടെ ലീസ്റ്റ് കോമൺ അല്ലെങ്കിൽ LCM എടുത്ത് നോക്കിയാൽ പോരെ? ആ LCM കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വാല്യൂ ആയിരിക്കത്തില്ല എക്സ്. ബാക്കി ചെയ്യണോ? വേണ്ട. അപ്പോൾ നോക്കിയോ, 5 4 6 LCM എത്ര?
എത്ര കിട്ടിയിരിക്കുന്നത് 60 അല്ലേ, 6ന്റെ മൾട്ടിപ്പിൾ ചെക്ക് ചെയ്താൽ പോരെ. അപ്പോൾ എത്ര 60 അല്ലേ, അപ്പോൾ 60യുടെ മൾട്ടിപ്പിൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻ ഏതാന്ന് നോക്കാം. 280 ആണോ? അല്ല. 580 ആണോ? ഒരിക്കലുമല്ല. 420 ആണോ? അല്ലേ, ആണ്. 7 ടൈംസ് അല്ലേ, 560 വരുമോ? ഒരിക്കലും വരത്തില്ല. അപ്പോൾ ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ. നമ്മൾ ബാക്കി ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല. ആ സമയം ലാഭിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യൻ വേറെ ചെയ്യാൻ പറ്റും. ഇനി ഇത്രയും വേരിയബിൾ വന്ന ക്വസ്റ്റ്യൻസ് ആണെന്ന് പറഞ്ഞ് നമ്മൾ സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാവുന്ന കാര്യം. ഇതിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഞാൻ പതുക്കെ അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ഒക്കെ ആയിട്ട് എഴുതി, അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് കാര്യം അറിയാം. ഇവിടെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞിരിക്കുന്ന x - 140 + x ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് 2x എന്ന് എഴുതുക, -140 എന്ന് എഴുതുക. സോ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടം വരെ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി എന്ത് ചെയ്താൽ മതി? LCM എടുക്കുക 140. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് ആയിട്ട് തരാം. നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് ബാക്കി ചെയ്ത് നോക്കാം. നിങ്ങളുടെ കാൽക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി. വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾ അങ്ങനെ ചെയ്ത് ഞാൻ ശീലിക്കണമെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ നമുക്ക് ആ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു കാൽക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പം ബോർഡ്സ് ആൻഡ് സ്ട്രീംസ്, സോറി ഇത് അഗൈൻ ബോർഡ്സ് ആൻഡ് സ്ട്രീംസ് അല്ലേ, ഞാൻ ആ ഒരു യൂണിവേഴ്സിറ്റി കിടക്കുന്നുള്ളൂ, ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലേ. അപ്പോൾ ട്രെയിനിൻ്റെ ഒരു നല്ലൊരു ക്വസ്റ്റൻ ആണ്, വേരിയബിൾ ബേസ്ഡ് ക്വസ്റ്റൻ ആണ്. ഇൻ കേസ് വേരിയബിൾ ബേസ്ഡ് ക്വസ്റ്റൻ ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് അത് ഇപ്പോഴേ ഫേസ് ചെയ്യാം. എന്തായാലും ഇത്രയും ലെവൽ ക്വസ്റ്റൻസ് ഇതൊക്കെ മേലെ അല്ലെങ്കിൽ ഇന്ത മാതിരി ലെവൽ ക്വസ്റ്റൻസ് ഒന്നും വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കണ്ട അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, അടുത്ത ടൈപ്പ് ക്വസ്റ്റൻ നോക്കാം. നോക്കിക്കോ. ഓക്കെ, ഓപ്ഷനൊക്കെ ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ടല്ലേ, അറേഞ്ച്മെന്റിലൊക്കെ. സാരമില്ല, നമുക്ക് ഓപ്ഷൻ എന്ത് കാര്യം, നമുക്ക് ആൻസർ കിട്ടിയാൽ പോരെ. നോക്കിക്കോ. സ്റ്റാർട്ടഡ് ബിസിനസ് ബൈ ഇൻവെസ്റ്റിംഗ് RST. ഇത് ഏതായിരിക്കും? പാർട്ട്ണർഷിപ്പ് അല്ലേ, പാർട്ട്ണർഷിപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ അല്ലേ. അവിടെയും ഞാൻ വേരിയബിൾ ഇട്ടിട്ടുണ്ട്. കാര്യം നമുക്ക് ഞാൻ പറഞ്ഞു, ഓൾറെഡി പറഞ്ഞു, ഈ ഒരു സീരീസ് അതായത് ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ഹാർഡ് ലെവൽ ക്വസ്റ്റൻസ് ആയിരിക്കും കൂടുതൽ വരുന്നത്. ഇനി അങ്ങോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞില്ല, എല്ലാ ടൈപ്പും വരും. ഈസി വരും, ആവറേജ് വരും, ഹാർഡ് ലെവൽ ക്വസ്റ്റൻ വരും, മിക്സഡ് ടൈപ്പ് ക്വസ്റ്റൻ വരും. സോ നമുക്ക് ആദ്യമേ കുറച്ച് ഹാർഡ് ലെവൽ ക്വസ്റ്റൻ സ്റ്റാർട്ട് ചെയ്യാം. നോക്കിക്കോ. സ്റ്റാർട്ടഡ് ബിസിനസ് ബൈ ഇൻവെസ്റ്റിംഗ് T ആഫ്റ്റർ 5 months. B joined with him and invested T + 18,000. നോക്കിക്കോ. എത്ര ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്? RST അല്ലേ. അതിനുശേഷം B എന്ത് ചെയ്തു? 5 മാസത്തിന് ശേഷം B എന്ത് ചെയ്തു? ജോയിൻ ചെയ്തു. എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്? T + 18,000 ആണ് ആര് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്? B ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം പറഞ്ഞിട്ടില്ലേ, ആഫ്റ്റർ 5 months ആണ് B ജോയിൻ ചെയ്തിരിക്കുന്നത്. ടോട്ടൽ എത്ര? അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ എന്ന് പറഞ്ഞാൽ എത്ര? 12 മാസം അല്ലേ. 5 മാസത്തിന് ശേഷം ജോയിൻ ചെയ്ത് ഇനി ബാക്കി എത്ര ഉണ്ട്? ആ ഒരു പാർട്ട്ണർഷിപ്പിൽ B എത്ര നാളിരുന്നു? 7 മാസം ഇരുന്നു. എയോ 12 മാസം, ഒരു വർഷം കണ്ടിന്യൂസ് ആയിട്ടിരുന്നു. അങ്ങനെയെങ്കിൽ നമ്മളോട് പറയുകയാണ്, അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ ദ പ്രോഫിറ്റ് ഷെയർ ഓഫ് B ഈസ് 1400. പ്രോഫിറ്റ് ഷെയർ ഓഫ് B എത്ര കിട്ടിയിരിക്കുന്നത്? B എന്ന് പറയുന്നത് 1400 ആണ്. ഔട്ട് ഓഫ് ടോട്ടൽ പ്രോഫിറ്റ് 2600. അപ്പം എയുടെ പ്രോഫിറ്റ് എത്ര കിട്ടി? 2600 നിന്ന് 1400 മൈനസ് ചെയ്ത് എത്ര വരും? 1200 അല്ലേ. സോ നമുക്ക് ഇവിടെ റേഷ്യോ എടുത്തുകൂടെ? പ്രോഫിറ്റിന്റെ റേഷ്യോ എത്ര വരും? 1200 ഡിവൈഡഡ് ബൈ 1400 നമുക്ക് കിട്ടത്തില്ലേ? എന്തുകൊണ്ടാണ്? ഇൻവെസ്റ്റ്മെന്റ് ഇൻറ്റു ടൈം പീരീഡ് അല്ലേ നമ്മുടെ പ്രോഫിറ്റ്. സോ നമുക്ക് ഇവിടെ റേഷ്യോ നോക്കാം. ഇവിടെ റേഷ്യോ എടുത്ത് നോക്കാം. എന്ത് വരും? ഈ 2 0 കട്ട് ചെയ്ത് കളയാം. ഈ 12 കട്ട് ചെയ്ത് കളഞ്ഞൂടെ? ഇനി ഈ 7ഉം ഈ 14 കട്ട് ചെയ്ത 2 ടൈംസ് വരത്തില്ലേ? നമുക്ക് ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തൂടെ? എങ്ങനെ വരും? 2T = T + 18,000 കിട്ടത്തില്ലേ? T + 18,000. അങ്ങനെയെങ്കിൽ നമുക്ക് Tയുടെ വാല്യൂ അല്ലേ കണ്ടുപിടിക്കേണ്ടത്? എത്ര വരും? 18,000 എന്ന് കിട്ടി. കറക്റ്റ് അല്ലേ? അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ വാല്യൂ ഓഫ് T ഡയറക്റ്റ് കിട്ടിയില്ലേ? 18,000. ഇതാ കിടക്കുന്ന ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ B ആണ് കേട്ടോ. അത് അലൈൻമെന്റിൽ ഉണ്ടായ ഒരു വ്യത്യാസമാണ്, കുഴപ്പമില്ല. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ B ആണ്. വേണമെങ്കിൽ ഇവിടെ മാർക്ക് ചെയ്തരാം. ഓപ്ഷൻ B ആണ് ഇതിൻ്റെ ആൻസർ. മനസ്സിലായില്ല എല്ലാവർക്കും? വേരിയബിൾ ബേസ്ഡ് ക്വസ്റ്റൻ എന്ന് പറഞ്ഞിട്ട് സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഭയങ്കര ഈസി അല്ലേ? ഇവിടെ ആകെ നമ്മളെ എന്താ പറയുന്നത്, ഈ ക്വസ്റ്റൻ അറ്റംപ്റ്റ് ചെയ്യണമെങ്കിൽ കാൽക്കുലേഷൻ സ്പീഡ് ഇമ്പ്രൂവ് ആണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ചലഞ്ച്, അതായത് റിസ്ക് എടുക്കാൻ തയ്യാറാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ട് ഓക്കെ എന്നെ കൊണ്ട് പറ്റുമോ എന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു 5-6 സെക്കൻഡ് ഒക്കെ ഒരു സ്റ്റെപ്പ് ഒക്കെ എഴുതി കഴിയുമ്പോൾ ഇത്രയും ഉള്ളായിരുന്നല്ലേ. പിന്നെ നമുക്ക് Tയുടെ വാല്യൂ അല്ലേ കണ്ടുപിടിക്കേണ്ട, അല്ലാതെ 3Tയുടെ വാല്യൂ അല്ലെങ്കിൽ T/2 അല്ലെങ്കിൽ അതിട്ടിട്ട് വേറെ ഒരു കണക്ഷൻ ക്വസ്റ്റ്യൻസ് ഒന്നും അല്ലല്ലോ. ഡയറക്റ്റ് Tയുടെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. സോ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ B ആണ് നമ്മുടെ ആൻസർ. ഓക്കെ. അപ്പോൾ പാർട്ട്ണർഷിപ്പിന്റെ ക്വസ്റ്റ്യൻ വന്നില്ലേ? അപ്പോൾ പാർട്ട്ണർഷിപ്പിനകത്ത് തന്നെ ഒരു ഡിഫറൻറ്റ് ടൈപ്പാണ് വർക്കിംഗ് പാർട്ട്ണർ എന്ന് പറഞ്ഞൊരു ടൈപ്പ്. സോ അത് നിങ്ങൾ പഠിച്ചാണെന്ന് വിചാരിക്കുന്നു. ആ ടോപ്പിക്ക് കവർ ആയിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ അത് പഠിച്ചിട്ടില്ലെങ്കിൽ എന്നോട് അത് കമൻറ്റ് ഇട്ടാൽ ഞാൻ വേണമെങ്കിൽ അതിൻ്റെ കൺസെപ്റ്റൽ വീഡിയോ ഇടാം. എന്താണ് വർക്കിംഗ് പാർട്ണർ? അത് സംഭവം ഇത്രയേ ഉള്ളൂ. അതായത് സാലറിയൊക്കെ, അതായത് എന്താ പറയുക, ഒരു കമ്പനിയിൽ 2 പേരുണ്ട്, A and B ഉണ്ട്. A എന്ത് ചെയ്തു? അതിനകത്ത് വർക്കിംഗ് പാർട്ണറാണ്. അതായത് സാലറിയും കിട്ടും, അതേപോലെ B എന്ന് പറഞ്ഞാൽ അതിനകത്ത് പാർട്ണർഷിപ്പ് മാത്രമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ Aക്കും Bക്കും എത്ര കിട്ടും? കാര്യം സാലറി ആഡ് ചെയ്യണം, അതിൻ്റെ കൂടെ പാർട്ണർഷിപ്പ് കിട്ടുന്ന പ്രോഫിറ്റും ആഡ് ചെയ്യണം. സോ ആ ഒരു ടൈപ്പ് ക്വസ്റ്റൻസ് ഒക്കെ വരും. അത് ഡൗട്ട് ഉണ്ട് അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക. അതിൻ്റെ ഒരു കൺസെപ്റ്റൽ വീഡിയോ ഇടാം. അതുപോലെ തന്നെ എന്തെങ്കിലും കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയത്തില്ല, എനിക്ക് പറഞ്ഞുതരും, നല്ല രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മാത്രം മതി. സോ അതിൻ്റെ നല്ല ഡെപ്തിൽ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കൺസെപ്റ്റൽ വീഡിയോ ഇട്ട് തരാം. അതിൻ്റെ ഒരുപാട് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ലെവൽ ഓഫ് ക്വസ്റ്റൻസ് ചെയ്യിപ്പിച്ചു തരാം. ഓക്കെ അല്ലേ? സോ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് പൈപ്പാൻ സിസ്റ്റേണിൽ ഒരു വേരിയബിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻ. കാര്യം ഈ വേരിയബിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻസിന് ഞാൻ ഇടുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്,
ഇനിയിപ്പോൾ അവരുടെ മൂഡ് അനുസരിച്ച് എന്നാ പിടിച്ച ഒരു വേരിയബിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻ അവന്മാർ എഴുതട്ടെ എന്ന് പറഞ്ഞ് ഇട്ടാൽ കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കിക്കോ, പൈപ്പാൺ സിസ്റ്റേണിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. പൈപ്പ് എ ബി സി ക്യാൻ ഫിൽ എ ടാങ്ക് ഇൻ x+5 hours, x-5 hours ആൻഡ് x+15 hours റെസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞിട്ടില്ലേ? ഇഫ് എ ബി ടുഗദർ ക്യാൻ ഫിൽ എ ടാങ്ക് ഇൻ 12 hours and the ratio of efficiency of C to D is 1:4, then find the time taken by D alone can fill the tank. ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്കിപ്പോൾ ആക്ച്വൽ വാല്യൂസ് ആണ്. ഇപ്പോൾ 20, 30, 60 ഇങ്ങനെയൊക്കെയുള്ള വാല്യൂസ് ആണ് നമുക്ക് LCM എടുത്തിട്ട് ടോട്ടൽ വർക്ക് കൊണ്ടിരിക്കും. ഇവിടെ വേരിയബിൾ ബേസ്ഡ് ആകുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യും? അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇട്ടത്. കാര്യം എന്ന് പറഞ്ഞാൽ എന്താ, വേരിയബിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻ ഇൻ കേസ് വന്നു കഴിഞ്ഞാൽ ഓക്കെ നമുക്കൊരു സമയം ഉണ്ട് ചെയ്യാൻ. ലാസ്റ്റ് ഒരു സപ്പോസ് നമ്മളെല്ലാം ചെയ്ത് ഈസി ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു എന്താ പറയുക ഒരു 3 മിനിറ്റോളം സമയം ഉണ്ടെങ്കിൽ ലാസ്റ്റ് ഈ ടൈപ്പ് ക്വസ്റ്റ്യനാണ് വന്നത്, അയ്യോ എനിക്ക് കൺസെപ്റ്റ് അറിയില്ലല്ലോ, അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചെയ്തേനെ എന്നൊരു നമുക്കൊരു എന്താ പറയുക ഒരു ഗിൽറ്റ് അല്ലെങ്കിൽ ഒരു റിഗ്രറ്റ് വരണ്ട. സോ നമുക്ക് നോക്കാം. പൈപ്പ് എക്ക് x+5 hours കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ പൈപ്പ് എയുടെ എഫിഷ്യൻസി എത്ര ആയിരിക്കും? 1/x+5 അല്ലേ? പൈപ്പ് ബിക്ക് x-5 കൊണ്ട് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ പൈപ്പ് ബിയുടെ എഫിഷ്യൻസി എത്ര ആയിരിക്കും? x-5 അല്ലേ? പൈപ്പ് ഇനി ആരാ ഉള്ളത്? സി അല്ലേ ഉള്ളൂ. സിക്ക് x+50 കൊണ്ട് ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാമെങ്കിൽ അതിൻ്റെ എഫിഷ്യൻസി എത്ര ആയിരിക്കും? x+15 അല്ലേ? അപ്പോൾ അതായത് നമ്മൾ എന്ത് ചെയ്തു? എഫിഷ്യൻസിയിലോട്ട് കൺവേർട്ട് ചെയ്തു. ഇനി എന്താ സംഭവിക്കുന്നത്? എക്കും ബിക്കും ടുഗദർ ക്യാൻ ഫിൽ എ ടാങ്ക് ഇൻ 12 hours. എയും ബിയും ഒന്നിച്ച് ചെയ്താൽ 12 അവർ കൊണ്ട് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യും. റേഷ്യോ ഓഫ് എഫിഷ്യൻസി ഓഫ് സി ടു ഡി 1:4. പുതിയൊരു അതിഥി വന്നല്ലേ, ഡി വന്നിട്ടുണ്ട്. സിയുടെ ഡിയുടെ എഫിഷ്യൻസി വന്നിട്ടുണ്ട് 1:4 വന്നിട്ടുണ്ട്. ദെൻ ഫൈൻഡ് ദ ടൈം ടേക്കൺ ബൈ പൈപ്പ് ഡി അലോൺ ക്യാൻ ഫിൽ എ ടാങ്ക്. സിമ്പിൾ അല്ലേ, കണ്ടുപിടിക്കാം. നോക്കിക്കോ, നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ എന്താ? എക്കും ബിക്കും ടുഗദർ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം 12 അവർ തന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ എഫിഷ്യൻസി എത്ര ആയിരിക്കും? 1/12 അല്ലേ? അപ്പം നമുക്ക് ഇതിൽ നിന്ന് തുടങ്ങാം. എങ്ങനെ വരാം? എയുടെ ഇൻഡിവിജ്വൽ എഫിഷ്യൻസി എത്ര? 1/x+5. ബിയുടെ ഇൻഡിവിജ്വൽ എഫിഷ്യൻസി എത്ര? 1/x-5 അല്ലേ? അതിൻ്റെ വാല്യൂ ആണ് 1/12. നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തോടെ എന്ത് വരും? x-5 + x+5 എന്ത് വരും? -5ഉം +5 കട്ട് ചെയ്ത് പോകത്തില്ലേ? സോറി അല്ലല്ലേ, x-5 + x+5 ഡിവൈഡ് ബൈ a + b × a - b എന്ത് വരും? a² - b² അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് വരാം? x² - 25 = 1/12 എന്ന് വരാം. ശരിയല്ലേ? നേരത്തെ പറഞ്ഞ കറക്റ്റ് അല്ലേ? +5 -5 കട്ട് ചെയ്ത് പോയി, ബാക്കി എന്തുണ്ട്? 2x ഉണ്ട്. ഈ 12 കൊണ്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? 24x വരത്തില്ലേ? 24x = x² - 25 എന്ന് വന്നു. അപ്പോൾ ഇതിനെ വാല്യൂ എങ്ങനെ വരാം? x² - 24x - 25 എന്തെന്ന് പറഞ്ഞൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. സോ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പാടുന്നില്ലല്ലോ. ഗുണിക്കുമ്പം 25ഉം കുറയ്ക്കുമ്പം 24 കിട്ടണം. ഏതാ വാല്യൂ? 25ഉം 1ഉം അല്ലേ? സൈൻ എന്താ? മൈനസ് മൈനസ്. സോ പ്ലസ് മൈനസ് ആണ് വാല്യൂ. നമുക്ക് എടുക്കേണ്ട പോസിറ്റീവ് വാല്യൂസ് ആണ്. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ -12 ആയി? എടാ എത്ര മണിയാണ് സമയം? -12. എടാ എത്ര മണിയാണ് സമയം? -10 ആയി എന്ന് പറയോ? ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ 25 എടുത്തു. അങ്ങനെയെങ്കിൽ നമുക്കിനി അടുത്ത കേസിലോട്ട് പോകണ്ടേ? എഫിഷ്യൻസിയുടെ റേഷ്യോ തന്നിട്ടുണ്ട്, C/D തന്നിട്ടുണ്ട്. എത്ര തന്നിരിക്കുന്നത്? 1:4 അല്ലേ? ഇനി നമുക്ക് C/Dയുടെ റേഷ്യോ തന്നിട്ടുണ്ട് 1:4 എഫിഷ്യൻസി. നമുക്കറിയാം ടോട്ടൽ ടൈം ടേക്കൺ ബൈ സി കണ്ടുപിടിച്ചൂടെ? ഇങ്ങനെ അങ്ങനെയാണെങ്കിൽ എത്ര? x+15 അല്ലേ? സിയുടെ ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ എത്ര? x+15 അല്ലേ? അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എത്ര? 25 + 15 എത്ര വരണം? 40 വരണ്ടേ? സിയുടെ എഫിഷ്യൻസി, ഒരു വർക്ക് ചെയ്യാൻ എടുക്കുന്ന ടോട്ടൽ ടൈം ഉണ്ട്, സിയുടെ എഫിഷ്യൻസി ഉണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് ടോട്ടൽ വർക്ക് കണ്ടുപിടിച്ചോടെ? എങ്ങനെ കണ്ടുപിടിക്കാം? 40 × 1 ചെയ്താൽ പോരെ? സിയുടെ കേസാണ്. സി എടുക്കുന്ന ടോട്ടൽ ടൈം, ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്ന ടോട്ടൽ ടൈം 40, അതിൻ്റെ സിയുടെ എഫിഷ്യൻസി 1. സോ ടോട്ടൽ വർക്ക് എത്ര ആയിരിക്കും? 40 അല്ലേ? സോ ഈ ടോട്ടൽ വർക്ക് ഡി ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്യുന്ന ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ അല്ലേ? എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഡി ടോട്ടൽ വർക്ക്. ദെർഫോർ ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡി ഈ ടോട്ടൽ വർക്ക് ഡി ഒറ്റയ്ക്ക് ചെയ്യാൻ എടുക്കുന്ന ടൈം കണ്ടുപിടിച്ചാൽ പോരെ. അപ്പോൾ ഡിയുടെ എഫിഷ്യൻസി എത്ര? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 10 അവർ നമുക്ക് ആൻസർ കിട്ടും. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ ബി. എന്താണ് ഇത്? ബി മാത്രമേ ഉള്ളൂ ഓപ്ഷൻ. എല്ലാം നമുക്ക് ബി അല്ലേ കിട്ടുന്ന ആൻസർ. ചേടാ വേറെ ഒരു ഓപ്ഷനും ഇല്ലേ? ഓക്കെ അല്ലേ? എല്ലാവർക്കും കാര്യം മനസ്സിലായില്ലേ? ഇൻ കേസ് ഈ ക്വസ്റ്റ്യൻ വന്നു, അപ്പം ഒരുപാട് കാൽക്കുലേഷൻ ഉണ്ടെന്ന് മനസ്സിലായി. അതാ പറഞ്ഞത്, ഈ ഒരു ക്വസ്റ്റ്യൻ ഹാർഡ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. സോ ഇതൊക്കെ നിങ്ങൾ അവസാനം ചെയ്യുക. അവസാനം ചെയ്യണമെങ്കിൽ ഈസി ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് പെട്ടെന്ന് സമയം സേവ് ചെയ്യുക. സോ ആ ഒരു എന്താ പറയുക, ഒരു സ്മാർട്ട് വർക്കും സ്ട്രാറ്റജിയൊക്കെ നിങ്ങൾ ഈ മോക്ക് ടെസ്റ്റ് എഴുതുമ്പോഴേ അത് ഡെവലപ്പ് ആകത്തുള്ളൂ. അപ്പോൾ ഇപ്പോഴും നിങ്ങളെല്ലാവരും എന്താ പറയുന്നത് ഈ കൺസെപ്റ്റും അല്ലെങ്കിൽ പുതിയ ചാപ്റ്ററൊന്നും ഇനി പുതിയ പഠിക്കാത്ത കാര്യങ്ങളൊന്നും ഇപ്പോൾ പഠിച്ച് വെറുതെ സമയം കളയല്ലേ. ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യുക. പിന്നെ അതുപോലെ മോക്ക് ടെസ്റ്റ്, ഞാൻ എഗെയിൻ പറയാണ്, നല്ല രീതിയിൽ മോക്ക് ടെസ്റ്റ് എഴുതുക. പറ്റുന്ന സോഴ്സസ് എല്ലാം മോക്ക് ടെസ്റ്റ് പർച്ചേസ് ചെയ്തിട്ട് എല്ലാം ചെയ്ത് തീർക്കുക. അതാണ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് എഗെയിൻ ഒരു ബോട്ട്സ് ആൻഡ് സ്ട്രീംസിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എഗെയിൻ ഒരു വേരിയബിൾ ഉണ്ട്, പക്ഷേ വേരിയബിൾ കണ്ട് പേടിക്കണ്ട. നോക്കാം, ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം.
എനിക്ക് നിങ്ങൾ വിചാരിക്കും എനിക്ക് എൻ്റെ ഫേവറേറ്റ് ചാപ്റ്റർ ബോട്ട്സ് ആൻഡ് സ്ട്രീംസ്, കാര്യം ട്രെയിൻ പഠിച്ചപ്പോഴും ട്രെയിൻ വരെ ബോട്ടാണ് ഉപയോഗിക്കുന്നത്. സോ അങ്ങനെയൊന്നും ഇല്ല, നമുക്കെല്ലാം നോക്കാം. എ ബോട്ട് കവേഴ്സ് x കിലോമീറ്റർ ഡൗൺ സ്ട്രീം ആൻഡ് x കിലോമീറ്റർ അപ് സ്ട്രീം ഇൻ 240 മിനിറ്റ് ആൻഡ് 360 മിനിറ്റ് റെസ്പെക്റ്റീവ്ലി. ഇഫ് ദ സ്പീഡ് ഓഫ് ദ സ്ട്രീം 12 km/h, then find the time taken by boat to cover 384 കിലോമീറ്റർ അപ് സ്ട്രീം ആൻഡ് 216 കിലോമീറ്റർ ഡൗൺ സ്ട്രീം. അല്ലേ, ഭയങ്കര ഈസി അല്ലേ? ഈസി ആക്കാം. എങ്ങനെയാണെന്ന് അറിയാം, ഇതിന്റെ കൺസെപ്റ്റ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പീഡിന്റെ ടൈം അല്ലേ? വെൻ ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആകുമ്പോൾ നമുക്കറിയാം സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടൈമിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആവുന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. സോ ഒന്ന് ഇവിടെ നോക്കി, എ ബോട്ട് കവേഴ്സ് x കിലോമീറ്റർ ഡൗൺ സ്ട്രീം ആൻഡ് x കിലോമീറ്റർ അപ് സ്ട്രീം. അപ് സ്ട്രീമിന് പോയ ടൈം ഡിസ്റ്റൻസും ഡൗൺ സ്ട്രീമിന് പോയ എടുത്തിരിക്കുന്ന ഡിസ്റ്റൻസ് സെയിം അല്ലേ? സോ അതിന്റെ അർത്ഥം എന്താ? ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണ്. സോ നമുക്ക് USSTയിലോട്ട് പോവാം. USSTയിലോട്ട് പോയി. അങ്ങനെയെങ്കിൽ പറഞ്ഞോ, ഇവിടെ അപ് സ്ട്രീമിന് പോയെടുത്തിരിക്കുന്ന ഡിസ്റ്റൻസ് എത്ര? ടൈം എത്ര തന്നിരിക്കുന്നത്? ഡൗൺ സ്ട്രീമിന് 240 മിനിറ്റ് എന്നല്ലേ തന്നിരിക്കുന്നത്. സോ 240 മിനിറ്റ്. ആൻഡ് അപ് സ്ട്രീമിന് എത്ര തന്നിരിക്കുന്നത്? 360 അല്ലേ? നമുക്ക് പിന്നെ ചെറുതാക്കിക്കൂടെ? 0 കട്ട് ചെയ്ത് കളയാം. ഇവിടെ 4 കൊണ്ട് കട്ട് ചെയ്ത് എത്ര വരും? 9 വരും. 4 കൊണ്ട് 6 വരും. ദാറ്റ് ഈസ് 3:2 എന്ന് വരത്തില്ലേ? അപ്പോൾ ടൈമിന്റെ റേഷ്യോ നമുക്ക് കിട്ടി 3:2 എന്ന് കിട്ടി. ടൈമിന്റെ റേഷ്യോ 3:2 ആണെങ്കിൽ സ്പീഡിന്റെ റേഷ്യോ എന്തായിരിക്കും നോക്ക്. അപ് സ്ട്രീമിന്റെയും ഡൗൺ സ്ട്രീമിന്റെയും ടൈമിന്റെ റേഷ്യോ നമുക്ക് കിട്ടി 3:2 ആണെങ്കിൽ സ്പീഡിന്റെ റേഷ്യോ എത്ര ആയിരിക്കും? 2:3 വരണ്ടേ? നേരെ റിവേഴ്സ് അല്ലേ? ആ ഒരു റേഷ്യോ തിരിച്ചിട്ടാ പോരെ. അപ്പോൾ ഡൗൺ സ്ട്രീമിൽ എത്ര സ്പീഡ്? 3 കിട്ടി. അപ് സ്ട്രീമിൽ എത്ര കിട്ടി? 2 കിട്ടി. സോ നമുക്ക് ഡൗൺ സ്ട്രീം ഉണ്ട് അപ് സ്ട്രീം ഉണ്ട്. സ്പീഡ് ഓഫ് ദ ബോട്ട് എങ്ങനെ കണ്ടുപിടിക്കാം? രണ്ടും കൂടെ ആഡ് ചെയ്യുക, ഡിവൈഡ് ബൈ 2. സോ എത്ര കിട്ടും? 2.5 അല്ലേ? 3 + 2 എന്ന് വെച്ചാൽ 5 ഡിവൈഡ് ബൈ 2 2.5. ഇനി സ്പീഡ് ഓഫ് ദ സ്ട്രീം എങ്ങനെ കണ്ടുപിടിക്കാം? 3 - 2 എത്ര? 1/2 0.5. എനിക്ക് ഈ ഫ്രാക്ഷൻ കാണുന്നത് എനിക്ക് അത്ര എന്താ പറയുക, ഫ്രാക്ഷൻ ഇട്ട് ചെയ്യുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. സോ ഞാൻ അതിനെ ഫ്രാക്ഷൻ മാറ്റാൻ വേണ്ടി 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ റേഷ്യോ എന്തായി മാറി? നമുക്ക് ഇതിനെ എല്ലാത്തിനെയും എന്ത് ചെയ്യാം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ഫ്രാക്ഷൻ അങ്ങ് മാറി കിട്ടും. എളുപ്പമല്ലേ? കുറച്ചുകൂടെ എളുപ്പമല്ലേ? 4 1 5 ആൻഡ് 6. ഇതാണ് നമ്മുടെ പുതിയ എന്തെന്ന് പറയുന്നത് USSTയിലെ നമ്മുടെ സ്പീഡ് ഓഫ് ദ ബോട്ട്, ഡൗൺ സ്ട്രീം, ടൈം, സ്ട്രീമിൻ്റെ എല്ലാം റേഷ്യോ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഇഫ് ദ സ്പീഡ് ഓഫ് ദ സ്ട്രീം തന്നിട്ടില്ലേ? 12 km/h തന്നിട്ടില്ലേ? സ്പീഡ് ഓഫ് ദ സ്ട്രീം ഇവിടെ എത്ര? 1 അല്ലേ? സോ ഒന്നിൻ്റെ വാല്യൂ ആണ് 12 km/h അല്ലേ തന്നിരിക്കുന്നേ. അങ്ങനെയെങ്കിൽ then find the total time taken by boat to cover 384 കിലോമീറ്റർ അപ് സ്ട്രീം. 384 കിലോമീറ്റർ അപ് സ്ട്രീം പോകണമെങ്കിൽ അപ് സ്ട്രീമിന്റെ സ്പീഡ് എത്ര ആയിരിക്കും? 12 അല്ലേ? ഒന്നിന്റെ വാല്യൂ 12 ആണെങ്കിൽ 4ന്റെ വാല്യൂ എത്ര വരും? 48 വരത്തില്ലേ? അങ്ങനെ അതുപോലെ തന്നെ 216 കിലോമീറ്റർ ഡൗൺ സ്ട്രീം അല്ലേ? എത്ര വരണം? 12 6 72 വരണ്ടേ? സോ എത്ര ആയിരിക്കും ആൻസർ? എത്ര ടൈംസ് വരും? ആ യൂണിറ്റ് ഡിജിറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞേ എത്ര ടൈംസ് വരും? 8 അല്ലേ? 8 32 പിന്നെ 8 64 384 വരത്തില്ലേ? അപ്പം ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ടൈംസ് വരും? 8 ടൈംസ് വരും. ഇവിടെ എത്ര ആണെങ്കിലും യൂണിറ്റ് ഡിജിറ്റ് എത്ര? 3 അല്ലേ? 210 3 2 6 216. അതായത് ഇത് രണ്ടും കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ടൈംസ് വരാം? 3 ടൈംസ് വരാം. ദാറ്റ് ഈസ് 8 + 3 = 11 കിലോ അല്ലേ? 11 km/h. ടൈം അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ടോട്ടൽ ടൈം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എത്ര വരും? 11 hours എന്ന് വരും. സോ ഏത് ഓപ്ഷൻ സി ആണ്. ഇത്തവണ മാറിയിട്ടുണ്ടല്ലോ. ഇത്രയും നേരം ഓപ്ഷൻ ബി ആയിരുന്നു. നമുക്ക് എന്ത് കിട്ടി? 11 hours ഓപ്ഷൻ സി എന്ന് കിട്ടി. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ അല്ലേ? അപ്പം ഇത്രയും ക്വസ്റ്റ്യൻ ചെയ്യിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് USST, എങ്ങനെയാണ് USST വെച്ച് ചെയ്യുന്നത്. അപ്പോൾ അത് പഠിക്കാതെ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി. ഈ USST വെച്ച് എങ്ങനെ ബോട്ട്സ് ആൻഡ് സ്ട്രീംസ് ഏത് റേഷ്യോ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലും എത്ര ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. സോ ഇനി ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അത്യാവശ്യം ഡിഫിക്കൽട്ട് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ്. വേരിയബിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ലെവൽ നമുക്ക് അറിയത്തില്ല. നമ്മൾ ഓൾറെഡി ഒരു ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് പുതിയ എന്താ പറയുക വെൻഡറിൻ്റെ അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് എല്ലാം പ്രതീക്ഷിക്കാം. പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഹാർഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല രീതിയിലുള്ള ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയും ലെവൽ ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ഓൾറെഡി പ്രാക്ടീസ് ചെയ്തു. നിങ്ങളിത് റിവിഷൻ ചെയ്യുക. ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല രീതിയിൽ നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ പറഞ്ഞില്ല, എനിക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് നോട്ട് വെക്കുക. ഇനി കംപ്ലീറ്റ് സീരീസ് എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്ക് കാണും. നല്ല രീതിയിൽ പഠിക്കുക. നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളൊരു ഡിസ്ട്രാക്ഷനിലൊന്നും പോകരുത് പ്ലീസ്. നിങ്ങൾ പഠിക്കുക. നിങ്ങൾ തുടങ്ങി വെച്ച കാര്യം നല്ല രീതിയിൽ അവസാനിപ്പിക്കുക. അതായത് നല്ല രീതിയിൽ പഠിച്ച് ജോലി വാങ്ങിക്കുക, നല്ല രീതിയിൽ നല്ല നിലയിലെത്തുക. ഇനിയുള്ള ദിവസങ്ങൾ നല്ല രീതിയിൽ മോക്സ് എഴുതുക, അനാലിസിസ് ചെയ്യുക, ഷോർട്ട് നോട്ട് റിവിഷൻ ചെയ്യുക. ഇതിന് മാത്രമേ സമയമുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ യൂട്യൂബിൻ്റെ നോട്ടിഫിക്കേഷൻസ്, ടെലിഗ്രാമിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓഫ് ചെയ്ത് വെക്കുക. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മാത്രം അതിനെ ട്രസ്റ്റ് ചെയ്യുക. ബാക്കിയുള്ള സമയങ്ങളിൽ ഒരു ഡിസ്ട്രാക്ഷനും ഇല്ല. നല്ല രീതിയിൽ പഠിക്കുക. എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഏതെങ്കിലും ഒരു ചാപ്റ്റർ എനിക്കറിയില്ല, എനിക്കൊരു ചാപ്റ്റർ മനസ്സിലായില്ല, അല്ലെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. തൊട്ടടുത്ത ദിവസം നിങ്ങൾക്ക് അതിൻ്റെ ചാപ്റ്ററിൻ്റെ കൺസെപ്റ്റ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തൊരു വീഡിയോ വരുന്നതായിരിക്കും. സോ നമുക്ക് നാളെ വീണ്ടും 7 മണിക്ക് കാണാം. നിങ്ങളെല്ലാവരും ഇതുപോലെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക, നല്ലപോലെ പഠിക്കുക, ഒരു സമയം പോലും വേസ്റ്റ് ചെയ്യല്ലേ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പം നാളെ 7 മണിക്ക് വീണ്ടും കാണാം.